അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب زدنا علما. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിലും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പം നമ്മൾ സൂറത്തുൽ ഹദീദാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 20 ആയത്തുകൾ നമ്മൾ എടുത്തു അല്ലേ? അൽഹംദുലില്ലാഹ്. ഐഹിക ജീവിതത്തിൻ്റെ ആ ഒരു വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കളിത്തമാശകളും പിന്നെ പരസ്പരം പെരുമ നടിക്കലും അല്ലേ, പരസ്പരം അഹങ്കാരം നടിക്കലൊക്കെ ആണ്, മക്കളിലും സമ്പത്തിലൊക്കെ. അത് മഴ പോലെ അല്ലേ, മഴ പെയ്യുമ്പോൾ കർഷകരെ അത് ആശ്ചര്യപ്പെടുത്തുന്നു. പക്ഷേ പിന്നീട് അതെന്തായിത്തീരുന്നു? ഉണങ്ങി തുരുമ്പായി ഒന്നുമല്ലാതായി മാറുന്ന ആ ഒരു അവസ്ഥ. സത്യത്തിൽ അതുപോലെയാണ് ഈ ഐഹിക ജീവിതം എന്നുള്ളത്. എന്നാൽ പരലോകമാവട്ടെ, പരലോകം അല്ലേ, അവിടെ വേദനയേറിയ ശിക്ഷയുണ്ട്, പാപമോചനമുണ്ട്, അള്ളാഹുവിങ്കൽ നിന്നുള്ള തൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. വരിളുവാനും മിനല്ലാഹി വരിളുവാൻ. അപ്പം ഈ ഐഹിക ജീവിതം നമ്മളെ വഞ്ചനയുടെ ചരക്കാണ്. ആ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് എടുക്കാനുള്ള ആയത്ത് സ്വർഗത്തെ സംബന്ധിച്ചാണ്. ദുനിയാവ് പറഞ്ഞ് അതിൻ്റെ മോടികളിൽ നമ്മൾ വഞ്ചിതരായി പോകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകി. ദുനിയാവിലെ വഞ്ചിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോയിക്കൊണ്ട് നമ്മൾ ആ വഞ്ചനയിൽ, പൈശാചികതയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്ന് അല്ലാഹു തആല താക്കീത് നൽകിക്കൊണ്ട് അല്ലാഹു തആല നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കുക എന്നുള്ളതല്ല അല്ലേ. നമ്മളെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ഒരു ലക്ഷ്യമുണ്ട് അല്ലേ. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ സത്യത്തിൽ അല്ലേ. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ആ ഒരു ലക്ഷ്യം, സ്വർഗം നേടാ എന്നുള്ള ആ ഒരു ലക്ഷ്യം, അത് മാത്രമാണ് അല്ലേ. അത് മാത്രമല്ലേ ശരിക്കും നമ്മൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ, അതായത് ആ സ്വർഗത്തിലേക്ക് ഉതകുന്ന രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാം. എല്ലാവരും എന്താവും? ജനിച്ച ഓരോരുത്തരും മരിക്കും. അതിലാർക്കും ഒരു സംശയവും അല്ലേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ അല്ലേ. ഓരോരുത്തർക്കും പ്രതിഫലം നൽകപ്പെടുന്നത് എപ്പോഴാണ്? ഖിയാമത്ത് നാളിൽ. ഖിയാമത്ത് നാളിൽ നമുക്ക് ഓരോരുത്തരുടെയും പ്രതിഫലം അല്ലാഹു തആല നിറവേറ്റി തരുന്നത്, പൂർത്തിയാക്കി തരും. ആർക്കും അല്ലേ, ആരോടും അല്ലാഹു തആല എന്ത് കാണിക്കൂല? അനീതി ഉണ്ടാവൂല അല്ലെ. ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ആയത്തന്നെയല്ലേ വന്നത്, ഇത്തഖൂ യൗമൻ അല്ലേ. ഒരാൾക്കും ഒന്നും അവിടെ വെച്ചിട്ട് ആർക്കും ആരെയും എന്താ കഴിയില്ല, ഒരു തരത്തിലും സഹായിക്കാനോ ഒന്നിനും കഴിയാത്ത ഒരു ദിവസം. അന്ന് ആരോടും അല്ലാഹു തആല അനീതി കാണിക്കുകയും ചെയ്യില്ല. വളരെ നീതിയോടുകൂടി തന്നെയാണ് അല്ലാഹു തആല അവിടെ ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അതാ പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. സ്വർഗത്തിൽ പ്രവേശിച്ചവൻ അല്ലേ, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ആര് അങ്ങനെ അവനാണെന്ത്? വിജയി. ഫാസ് അല്ലെ, അവൻ വിജയിച്ചു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്നുള്ളത് എന്തല്ല, ഒരു വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല.
അവിടെ അല്ലാഹു തആല അത് തന്നെ നമ്മളോട് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് എടുക്കേണ്ട ആയത്തിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ആയത്ത് എന്താ പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സാബിഖൂ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നah عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم സാബിഖൂ നിങ്ങൾ എന്താണ് സാബിഖൂ എന്ന് പറഞ്ഞാല്? മുൻകടന്ന് വരൂ അല്ലെ, മത്സരിച്ച് ഓടി വരാനാ പറയുന്നത്. സാബിഖൂ, നിങ്ങൾ മുന്നിട്ട് വരൂ, മത്സരിക്കൂ, മുൻകടന്ന് വരുക. മുസാബക്ക എന്ന ഈ മത്സരങ്ങൾക്കെല്ലാം പറയാ. മത്സരങ്ങൾക്ക് മുസാബക്ക കേൾക്കലില്ലേ? മുസാബക്ക അറബിയില് മുസാബക്ക. പക്ഷെ നമ്മളോട് മത്സരിക്കാനാ പറയുന്നത് അല്ലെ. അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഫല്യതനാഫിസിൽ മുതനാഫിസൂൻ അല്ലെ. അതും ഒരു മത്സരം. മത്സരിക്കുന്നവർ മത്സരിച്ചു കൊള്ളട്ടെ, മുന്നിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളോട് ഓരോരുത്തരോട് അല്ലാഹു തആല മത്സരിക്കാനാ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ മത്സരിക്കേണ്ടത്? വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അള്ളാഹുവിങ്കലേക്ക് വിജയിച്ച് മുന്നിട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മത്സരിക്കും. ഇതേപോലത്തെ ഒരായത്ത് സാബിഖൂന് പകരം സാരിഊ ഉണ്ട് അല്ലേ. സാരിഊ, സാബിഖൂ, സാരിഊ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൃതിപ്പെട്ട് വേഗത്തിൽ മുന്നോട്ട് വാ. അതും ഒരു മത്സരം തന്നെ അല്ലേ. ഓട്ട മത്സരം. സുറ എന്ന് പറഞ്ഞാൽ വേഗത എന്നാണ്. വേഗത്തിൽ പോകാൻ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മത്സരിച്ച് മുന്നേറാൻ അല്ലാഹു തആല നമ്മളോട് ആഹ്വാനം ചെയ്യണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും വജന്നഹ്, സ്വർഗത്തിലേക്കും. അപ്പം എന്തെങ്കിലും അല്ലെ, നമ്മളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എന്താക്കണം? അള്ളാഹുവിലേക്ക് തിരിയാം, അള്ളാഹുവിനോട് പാപമോചനം തേടാം. ഒരു തെറ്റും സംഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവൂല. സംഭവിച്ചു പോയേക്കാം അല്ലെ. മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്, തെറ്റുകുറ്റങ്ങൾ വന്നു പോകാം. പക്ഷെ നമ്മൾ ഒരിക്കലും അതിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല. സംഭവിച്ചു പോയ തെറ്റിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പാടില്ല. നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് അല്ലെ അള്ളാഹുവിൻ്റെ സ്വർഗാവകാശികളായ അടിയാറുകളുടെ ഗുണങ്ങൾ പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലെ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, എന്തെങ്കിലും അവരിൽ ഒരു തിന്മ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവർ പ്രവർത്തിച്ചു പോയാൽ പെട്ടെന്ന് തന്നെ അവർക്ക് എന്താകും? അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ വരും. അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങും. അങ്ങനെയുള്ളവരാണ് അള്ളാഹു സ്വർഗാവകാശികളായിട്ട് അവരുടെ ഗുണങ്ങൾ പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞതാ. അപ്പം മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ധൃതിപ്പെട്ട് മത്സരിച്ച് മുന്നോട്ട് വരാനും വജന്ന, സ്വർഗത്തിലേക്കും. എന്നിട്ട് അല്ലാഹു തആല എന്താ പറയുന്നത്? അർദുഹാ, ഇവിടെ ഐനാണ്. സാധാരണ നമ്മൾ അർലല്ലേ കാണല്. അർല് എന്ന് വെച്ചാൽ ഭൂമി. അത് ഹംസയാണ്, അലിഫിന്റെ മേലെ ഹംസ ഇട്ട അർല്, അത് അർല് ഭൂമി. ഇത് അർലാണ്, ഐന്. ഓതുമ്പോ ശ്രദ്ധിക്കണം, അർദുഹ എന്ന് ഓതണം കേട്ടോ. അർദുഹ എന്ന് ഓതരുത്. ആ വേറെ, ഐൻ വേറെ, അക്ഷരങ്ങൾ മാറിപ്പോകാതെ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ അർദുഹ, ഇവിടെ ഈ അർലിന്റെ അർത്ഥം എന്താ അറിയോ? വിസ്താരം, അതിന്റെ വീതി, അതിന്റെ അളവ്. അയിന് അർല് പറയുമ്പോ ഭൂമിന്ന് അർത്ഥം. അർല് അയിന് വരുമ്പോ വിശാലത, അതിന്റെ വിസ്താരം, വീതി. സ്വർഗത്തിന്റെ വിശാലത എത്രയാണെന്നാ പറയുന്നത്? അവിടെയും തന്നെ കണ്ട, നമ്മൾ ഓതുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം, ഐനായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാരും ഓതുമ്പോ എല്ലാം അല്ലേ, അർദുഹാ കഅർളി സമാഇ വൽ അർള്, എന്താ അല്ലേ?
അർദുഹ അല്ല, അറദ്, അറദ് ഐന് അർദുഹ കഅർദി കഅർദി സമായി വൽ അർദ്. അതിന്റെ വിശാലത, വിസ്താരം എന്ന് പറയുന്നത് കഅർലി സമായി വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമാണ് അല്ലേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ് എന്ത്, സ്വർഗത്തിന്റെ വിസ്താരം, വിശാലത. ആകാശഭൂമികളോളം വിശാലമായതാണ് എന്ത്, സ്വർഗം എന്ന് പറയുന്നത് അല്ലെ. ഭൂമിന്റെ തന്നെ വിശാലത എത്രയാണല്ലേ, സുബ്ഹാനല്ലാഹ്. കോടാനുകോടി മനുഷ്യന്മാർ അത്രയും ഉള്ളത് ഈ ഭൂമിയിലല്ലേ അല്ലെ. ഭൂമിയിൽ മനുഷ്യന്മാർ മാത്രമാണോ ഉള്ളത്? അല്ല അല്ലെ. മനുഷ്യന്മാര് ഓരോരുത്തർക്കും താമസിക്കാൻ എന്തുണ്ട്, ഓരോ വീട് വീതം തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ തന്നെ സ്ഥലത്തിന്റെ വിസ്താരത ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാർ മാത്രല്ല, മൃഗങ്ങൾ എത്ര ഉണ്ട് അല്ലെ. പിന്നെ ഈ ഭൂമിയിൽ വെള്ളമില്ലേ, കടലില്ലേ, സമുദ്രങ്ങളില്ലേ, ഇഷ്ടം പോലെ അല്ലേ. ഈ സമുദ്രങ്ങളെല്ലാം എന്താകും, ഖിയാമത്ത് നാളാകുമ്പോ നിരപ്പാക്കും പറയുന്നില്ലേ ഇല്ലേ. ഇതിൻ്റെ അടുക്ക് പരലോകത്തിന്റെ ഒരു ക്ലാസ് ഉണ്ടായിന്. അത് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിലിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. ഒരു കോഴ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെ എല്ലാം കണക്കന്നെ. ഇങ്ങനെ കാണുമ്പോൾ അതൊരു സുബ്ഹാനല്ലാഹ്, അള്ളാനെ ഒരുപാട് സ്തുതിച്ചു നമ്മള്. എന്നുവെച്ചാല് ഇപ്പം ഖിയാമത്ത് നാളാകുമ്പോൾ ഭൂമി സമനിരപ്പായ ഒരു ഇതാവെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം പർവ്വതങ്ങളുണ്ട്, സമുദ്രങ്ങളുണ്ട്, സമുദ്രങ്ങളൊക്കെ വറ്റിക്കപ്പെടും, പിന്നെ കത്തിക്കപ്പെടും എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ സമുദ്രത്തിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ അതിലെന്ത് വരും, അഗാധമായ ഗർത്തങ്ങൾ വരും, വലിയ വലിയ കുഴികളല്ലേ ഉണ്ടാകാന്. അപ്പോ പറയുന്ന വെച്ചാല് ഈ പിന്നെ വലിയ മലകൾ ഉണ്ടാവൂലേ, അതെല്ലാം ഇടിച്ച് പൊടിയാക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഇതിലേക്ക് എന്താവും, അള്ളാഹു ആയാലും എന്താ സംഭവിക്കാന്ന് അറിയില്ല, അങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു ഇത് വെച്ചാല് അങ്ങനെ പറയുന്നുണ്ട്. സമുദ്രങ്ങളിലെ പൊടിച്ച് നിരപ്പാക്കും അല്ല മലകള്. അപ്പം ഓരോ സമുദ്രത്തിന്റെ ആഴം പറയുമ്പോ ഈ മലകളുടെ ഉയരം പിന്നെ അത്ര ഉണ്ട്, അത്രയും തന്നെ ആഴത്തിൽ ഈ സമുദ്രങ്ങൾ ഓരോന്നിലും പറയുന്നില്ല. മറ്റേ പസഫിക് ഇതില് അതിലെ മറിയാന ട്രെഞ്ച് എന്നുള്ളത് ഏറ്റവും ആഴം കൂടിയ അതില് ഈ നമ്മളെ എവറസ്റ്റ് കൊടുമുടി അല്ലെ, അതിലേക്ക് വെച്ചാല് ഇതായിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ് അല്ലെ. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹ് എന്താണ് ആ സമയത്ത് സംഭവിക്കാന്നുള്ളത് നമ്മള് അറിയില്ല, നമുക്ക് കണ്ടറിയേണ്ടി വരും അല്ലെ. അല്ലാഹു അക്ബർ. ശരിക്കും ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. ഈ ഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നത് ആകെ എത്രയെന്ന്, നമുക്ക് ഈ കണ്ണൂരില് കുറച്ച് അല്ലെ, കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെ. നമ്മളൊരു മാപ്പ് എടുത്തു കഴിഞ്ഞാല്, ഇപ്പം ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാല് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു കുറച്ചേ ഉള്ളൂ അല്ലെ. അതിനിങ്ങനെ ഇങ്ങനെ 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 നമ്മൾ സൂമാക്കി അല്ലെ, കേരളെടുത്ത് കണ്ണൂരെടുത്ത് വളവട്ടനെടുത്ത് അതന്നെ ഇങ്ങനെ നോക്കുമ്പോ എത്ര ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭൂമിൻ്റെത് അത്. അപ്പൊ ഇനി ആകാശത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ആകാശത്തില് 7 ആകാശങ്ങള്, നമ്മൾ ഈ കാണുന്ന ആകാശത്തിൽ തന്നെ അവിടെ ഉള്ള കുറെ ഗോളങ്ങളല്ലേ, ഈ ഗ്രഹങ്ങൾ ഇതല്ലേ, ഈ ഭൂമിയും ഇതെല്ലാം അല്ലെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ മറ്റു ഉപഗ്രഹങ്ങളും എല്ലാം ഇതെല്ലാം എവിടെയുള്ളത്, ആകാശത്തല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആകാശത്തിന്റെ വിശാലത എത്രയായിരിക്കും? അത്രയും വിശാലമാണെന്ത്, സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഒരു തണലിന്റെ ദൂരം തന്നെ പറയുന്നത് എത്ര, 700 വർഷം ഒരൊട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്താലും തീരൂല ഒരു മരത്തിന്റെ തണല്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയും അല്ലെ, സ്വർഗത്തെക്കുറിച്ച് നമുക്ക് വർണ്ണിച്ചാലും പിന്നെ തീരാത്ത അത്രയും വിശാലമാണ് അതിലെ സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മളെ അല്ലാഹു തആല ക്ഷണിക്കുന്നത് അല്ലെ. അതിലേക്ക് നിങ്ങൾ മത്സരിക്കാനാ പറയുന്നത്. നമ്മുടെ മത്സരങ്ങൾ ഏതിലേക്കാണ് ആകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും എന്താക്കണം, സ്വയം ഒന്ന് വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെ. നമ്മളെ നേരം പുലർന്നാലുള്ള നമ്മളെ നമ്മളെ മത്സരിച്ച് ഓടുന്നത് എങ്ങോട്ടേക്കാണ്? 2 ദിവസം മുമ്പ് മറ്റേ എന്താ പറയുക, കലോത്സവം നടന്നു ഇല്ലേ, മത്സരിച്ച് കണ്ണൂര് കപ്പടിച്ച്. അതൊരു ഭയങ്കര അല്ലെ, വാർത്തയിൽ ഇതിലെല്ലാം ഇങ്ങനെ ഓരോരുത്തരെ ഭയങ്കര ആവേശം
മത്സരം തന്നെയല്ല, അതുമെല്ലാം അങ്ങനെ തന്നെയല്ലേ ഒരു മത്സരങ്ങൾ, ദുനിയാവിന്റെ കുറേ മത്സരങ്ങൾ. അതിനെല്ലാം വേണ്ടിയിട്ട് ആ ഓരോരോ മണിക്കൂർ 24 ബോക്സിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമ്മളോട് മത്സരിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മളെ ഓരോ സെക്കൻഡുകളും നമ്മൾ എങ്ങോട്ടേക്കാണ് മത്സരം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മൾ സ്വയം വിലയിരുത്താം. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് ഉഇദ്ദത്തിൽ ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. ഉഇദ്ദത്ത് അല്ലേ, അത് അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നു, ഒരുക്കിയിരിക്കുന്നത്. അഅദ്ദ അല്ലേ, അഅദ്ദ ഉഇദ്ദത്ത്, ഒരുക്കപ്പെട്ടിരിക്കുന്നു, തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്, ഈമാനുള്ളവർക്ക്. നമ്മൾ ഈ വിശ്വസിച്ചത് എന്ന് പറയേ വേണ്ട ഒരു കാര്യം. എന്താ പറയുക, വിശ്വാസം എന്നുള്ളത് നമ്മളൊരു വാക്കിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ല. വെറും വാക്കുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു എന്ന് പറയേണ്ട ഒരു കാര്യമേ അല്ല ഈ ഈമാന് ആമനു എന്നുള്ളത്. ശരിക്കും ഈമാൻ തന്നെ നമുക്ക് പറയാം. ഈമാനുള്ളവർക്ക്, നിങ്ങൾ ഇപ്പം നമ്മൾ ഇന്നലെ മിന്നാന്ന് സൂറത്തുൽ അസ്റിന്റെ അല്ലേ, അവിടെ പറയുന്നില്ലേ വൽ അസ്റി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് അല്ലേ. അവിടെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ആ വിശ്വസിക്കുക എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം നമ്മളല്ല വിശ്വാസികളാണല്ലോ അല്ലെ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈമാനുള്ളവരാണോ? ആ വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മളോട് ചോദിക്ക്. ഈമാൻ ഉൾക്കൊണ്ട് മുഅ്മിനീങ്ങളിൽ നമ്മളെ പേര് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മാത്രമുള്ള ക്വാളിറ്റീസ് നമുക്കുണ്ടോ? വിശ്വാസികളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും വിശ്വാസികളാണല്ലോ, അൽഹംദുലില്ലാ. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, നബിമാരിൽ വിശ്വസിക്കുന്നുണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെ, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അത് ഉൾക്കൊണ്ടിട്ട് അല്ലേ, നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളായോ? നമ്മളെ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മാത്രമുള്ള ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. ആമനു അല്ലെ, ആ ഈമാനുള്ളവർക്കാണ് അല്ലാഹു തആല എന്തൊരുക്കിയിട്ടുള്ളത്? ഈ സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിലും അവന്റെ റസൂലുകളിലും വിശ്വസിച്ച ആളുകൾക്കാണ് അല്ലാഹു തആല അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ദാലിക ഫദ്ലുല്ലാഹ്, അതെന്താണ്? അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലെ, ഫദ്ലം, ദയവ്, ഔദാര്യം. യുഅ്തീഹി, അവൻ അത് കൊടുക്കുന്നു, മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തെല്ലാം ഓതുമ്പോ അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹുവേ അല്ലേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നൽകുന്നു എന്നാ പറഞ്ഞെ. ആ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തേ റബ്ബേ. നമ്മൾ ഓരോരുത്തരെയും റഹ്മാനായ റബ്ബ് സ്വർഗാവകാശികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കാരണം അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ നമുക്കത് ഒരിക്കലും കിട്ടൂല. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു എന്താണ്? ഏറെ ദയയുള്ളവനാണ്. അള്ളാഹു അങ്ങേയറ്റം ദയയുള്ളവനാണ്. അതുകൊണ്ട് കിട്ടും അല്ലേ, ഇൻഷാ അല്ലാഹ്. തരാതിരിക്കൂല. അതന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു പ്രതീക്ഷ അല്ലെ. പ്രതീക്ഷ മാത്രം ഉണ്ടായാൽ പോരാട്ടാ, ഭയവും അല്ലെ, ഹൗഫും റജാവും ഇത് രണ്ടും വേണം, ഒരുപോലെ ഉണ്ടാവണമെന്ന് പറയും. ഭയവും വേണം, പ്രതീക്ഷയും വേണം. ഓവർ പ്രതീക്ഷ ആകാൻ പാടില്ല. അള്ളാഹ് എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹ് പുറത്തു തരും അല്ലേ. എല്ലാം അള്ളാഹ് ഗഫൂറാണ്, റഹീമാണ്. മനുഷ്യനാണെങ്കിൽ ദുർബലനാണ്, മനുഷ്യൻ എന്തായാലും തെറ്റ് ചെയ്യും. അങ്ങനെ വിചാരിച്ചിട്ട് തെറ്റുകൾ ചെയ്യാൻ അങ്ങനെ പറ്റുമോ? ഇല്ല. അള്ളാഹ് പുറത്തു തരുമോ? ശരി തന്നെയാണ്. അത്ര തെറ്റ് നമ്മളടുത്ത് വന്നാലും നമ്മൾ തൗബ ചെയ്ത് അള്ളാഹു തആല പുറത്തു തരുക തന്നെ ചെയ്യും. അതിൽ നമുക്ക് ഒരു സംശയവും പാടില്ല. പക്ഷെ അള്ളാഹു ഏറെ ശിക്ഷിക്കുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അതികഠിനമാണ്. അതും എല്ലാം ഒരു ഭാഗത്തുണ്ട്. അപ്പൊ അത് നമ്മളേറെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ അല്ലേ അള്ളാഹുവിന്. അതെ, നമ്മൾക്ക് അപ്പൊ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വസാബിഖൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല എന്താ പറഞ്ഞത്? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലേ, ഒരാൾക്കും അറിയാൻ കഴിയൂല. ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയാൻ കഴിയൂല. മാ ഉഖ്ഫിയ ലഹും, എന്താണ് അള്ളാഹു തആല
മറച്ചു വെച്ചിട്ടുള്ളത് എന്ന്. മിൻ ഖുർറത്തി അഅ്യുനിൻ, അല്ലേ? കൺകുളിർമയാക്കിക്കൊണ്ട്, കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു തആല അവിടെ അവർക്ക് വേണ്ടി, അല്ലേ, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയാൻ കഴിയൂല. എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മനക്കോട്ട കെട്ടുന്നുണ്ട്, അല്ലേ? കെട്ടുന്നുണ്ടാ? അല്ല, ഇവിടെ കോട്ടയെല്ലാം കെട്ടുന്നു. ഇവിടത്തേക്ക് വേണ്ടിയിട്ടാണോ കോട്ടയെല്ലാം കെട്ടി വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കോട്ടനെ കൊണ്ട് ഒരു കാര്യമില്ല, അല്ലെ? അതെല്ലാം ഇവിടെ തന്നെ എന്താവും, ഇട്ടേച്ച് പോകേണ്ട കോട്ടകളാണ്. കോട്ടയും കൊട്ടാരമെല്ലാം എവിടെയാ വേണ്ടത്? അവിടെയാന്ന്, അല്ലേ? ഇവിടെ നമുക്ക് ഒരു വെയിലും മഴയും കൊള്ളാണ്ട്, ഒരു മറ്റ് ജീവികളൊന്നും ഉപദ്രവമൊന്നും ഇല്ലാണ്ട് സ്വസ്ഥതയിൽ ഉറങ്ങാനൊരു സ്ഥലം, അത്രേ ഇവിടെ വേണ്ടു. അതിനു വേണ്ടി എന്താക്കേണ്ടതില്ല, പരക്കം പായണ്ട, മത്സരിക്കണ്ട, ഉള്ള സമയം തേച്ചിലും അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കണ്ട, അല്ലേ? കിട്ടുന്ന സമ്പാദ്യം തേച്ചിലും ഓരോന്നും ഒട്ടിക്കാൻ. അല്ലാഹു അക്ബർ. അല്ലാ, ചിന്തിച്ചാൽ എന്താ പറയാ, അല്ലേ? നമ്മള് ഇന്ന് ഭൂരിപക്ഷ ആൾക്കാരും സമയവും ധനവും എന്തിനു വേണ്ടി ചെലവഴിച്ചെന്ന് വെച്ചാൽ എന്തായിരിക്കും മറുപടി? ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെ, അല്ലേ? ഓടുന്ന ഓട്ടം തേച്ചിലും. അത്രയും, അല്ലേ? അൽഹംദുലില്ലാഹ്. അതെ, നമ്മൾ ഈ 24 മണിക്കൂറിലെ 24 മണിക്കൂറും നമുക്ക് ഈ പറഞ്ഞ ഓരോ ബോക്സിൽ ഇട്ട് വെക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ആക്കാം, അല്ലെ? നമ്മളെ മനസ്സിൽ നല്ല നിയത്തോടു കൂടിയാണെങ്കിൽ എല്ലാം നമുക്ക് പ്രതിഫലല്ലേ? തിന്നുന്നതായാലും കുടിക്കുന്നതായാലും, അല്ലെ, ഉറങ്ങുന്നതായാലും എല്ലാം അമൽ സാലിഹാത്താക്കാൻ കഴിയും. നല്ല നിയത്തോട് കൂടിയിട്ട് സുന്നത്തായ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്താൽ എല്ലാം ഇബാദത്ത് തന്നെയാണ്. അത് വിശ്വാസിയുടെ ഒരു പ്രത്യേകതയാണ്. വെറും ഖുർആൻ ക്ലാസ് കേൾക്കലും ഖുർആൻ പഠിക്കുക, നിസ്കരിക്കുക, ഓതുക, അതൊന്നും മാത്രമല്ലല്ലോ ഇബാദത്ത്, അല്ലേ? എല്ലാ ഇബാദത്താണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഇതാ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള യാത്ര നമ്മളെ കയ്യിൽ ഇങ്ങനെ ബുക്ക് രൂപത്തിലും അല്ലാതെയും ഒക്കെ അല്ലാഹു തആല നമ്മളെ മുമ്പിൽ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പം സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏതിലാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നത്, ആ മേഖലയിൽ എന്താക്കുക, കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനാ? അങ്ങനെയല്ല. ബാക്കിയുള്ളതിൽ നമുക്ക് പറ്റുന്നതെല്ലാം എന്താക്കുക, ചെയ്യാം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റും കഴിവും ഒക്കെ, സാഹചര്യങ്ങളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചില ആൾക്കാർക്ക് നിസ്കരിക്കാൻ ഇഷ്ടം പോലെ സമയം ഉണ്ടാവും, സൗകര്യവും സാഹചര്യവും ഒക്കെ അനുകൂലമാണെങ്കിൽ നിസ്കരിച്ച് സുജൂദ് അധികരിപ്പിച്ചിട്ട് എന്താക്കിക്കോ, സ്വർഗം വാങ്ങിക്കോ. ചില ആൾക്കാർക്ക് സമ്പത്ത് സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ദാനധർമ്മങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ട് എന്താക്ക, അവർക്ക് അതിന്റെ പ്രതിഫലം വാങ്ങാം, അല്ലേ? ചില ആൾക്കാർക്ക് ഖുർആൻ ഓതാനായിരിക്കും നല്ല ഒരു ഇത്, ഖുർആൻ ഓതാ, പഠിക്കാതെ ഹിഫ്ള് ചെയ്യുക, അതിലെന്താക്ക, അതിൽ മത്സരിക്കുക. ഇനി പഠിപ്പിക്കാനാ കഴിയുമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ദിക്റുകൾ, ചില ആൾക്കാർക്ക് ദിക്റുകൾ ധാരാളമായി ദിക്റ് ചെയ്യാനായിരിക്കും. അന്നേരം അതിൽ ഏതിലാണ് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് ഈ പറഞ്ഞ എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയോ, ചെയ്തോ, അല്ലേ? ധാരാളമായി നോമ്പെടുക്കാനും സദക്ക ചെയ്യാനും നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും എല്ലാത്തിനും കഴിയോ, എല്ലാം ചെയ്തോ. എന്നാ സ്വർഗത്തിലെ എല്ലാ വാതിലിലൂട്ടി എന്താക്കുക, കയറാം, അല്ലേ? ചില ആൾക്കാർക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന, അല്ലെ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മാറ്റുന്ന, ശരിക്കും അത് ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ്, അല്ലേ? ഇപ്പൊ സ്വന്തം കൈമരി ഇല്ലെങ്കിലും എന്താക്കാം, ഉള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് കൊടുക്കാം. അപ്പൊ അതൊക്കെ അങ്ങനെ നമുക്ക് തിളങ്ങാൻ, അള്ളാന്റെ മുമ്പിൽ നമുക്ക് തിളങ്ങാൻ ഏത് ഫീൽഡാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, അത് നമ്മൾ എന്താക്കാം, നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാം. എല്ലാ കാര്യം ചെയ്യാൻ കഴിയുക എല്ലാ കാര്യം ചെയ്തോ, അല്ലെ? ഒന്നിനും എന്താക്കണ്ട, ഒരു കുറവും വരുത്തണ്ട. മത്സരിച്ച് നമ്മൾ ബാക്കോട്ടേക്ക് ആയി പോകാൻ പാടില്ല. നമ്മൾ മുന്നിടാനാ പറഞ്ഞത് അല്ലാഹു തആല.
അപ്പം ലക്ഷ്യങ്ങൾ നമ്മളെ മുമ്പിൽ അല്ലാഹു തആല അല്ലെ വർണ്ണിച്ചു തന്നിട്ടുണ്ട് ഈ സ്വർഗത്തെക്കുറിച്ച്. അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അതാരും എന്താക്കിയിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് എത്തിക്കഴിഞ്ഞാലാണ് അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ, ആമീൻ. ഒരുപാട് പിന്നെ ഈ വസാരിഉ, ഇത് സാബിഖു അല്ലേ നമ്മൾ പറഞ്ഞത്, സൂറത്തു ആലി ഇമ്രാനിലെ പിന്നെ ഒരായത്താണ് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അവിടെ അങ്ങനെ പറഞ്ഞത് സൂറത്തു ആലി ഇമ്രാനിലെ 133-ാമത്തെ ആയത്ത്. അവിടെ വസാരിഉ എന്നാ പറഞ്ഞിട്ടുള്ളത്. ധൃതിയോടുകൂടി നിങ്ങൾ മുന്നിട്ട് വരിക, റബ്ബിലേക്ക് നിങ്ങൾ ഓടിക്കോ, സ്പീഡിൽ ഓടിക്കോ. മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും. അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഇവിടെ ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി എന്നാ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തആല എന്താക്കിയിട്ടുള്ളത്, അത് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന്. സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ള ഒരു സ്ഥലം ഒരാൾക്ക് കിട്ടിയാൽ തന്നെ അത് ഈ ലോകവും അതിലുള്ള മുഴുവനും ലഭിച്ചതിനേക്കാളും ഉത്തമമാണെന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ? സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഒരു സ്ഥലം ഒരാൾക്ക് കിട്ടിയാൽ തന്നെ അത് ഈ ലോകവും അതിലുള്ള മുഴുവനും ലഭിച്ചതിനേക്കാളും വലുതാന്ന് പറയുന്നുണ്ട് അല്ലേ? സ്വർഗത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളെ കാര്യം പറയുന്നുണ്ട് അല്ലേ? അയാൾക്ക് കിട്ടുന്ന സുഖാനുഗ്രഹങ്ങൾ എത്രയാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഒരാള് നരകത്തില് അല്ലേ ശിക്ഷ കഴിഞ്ഞ് എന്നിട്ട് ലാസ്റ്റ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരാളുണ്ട്. നരകത്തിൽ നിന്ന് അയാളെ അല്ലെ ചുട്ട് കരിക്കട്ട പോലത്തെ ആളെ എടുത്ത് ഒരു ഇതിൽ മുക്കി അല്ലെ അയാളെ പുതുജീവൻ നൽകി അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ അയാൾക്കൊരു പേടി, എന്തെങ്കിലും ഉണ്ടാവോ, എല്ലാവരും എടുത്തിരിക്കൂലേ അല്ലേ? സ്വർഗത്തിൽ ഇനി എനക്ക് എന്തെങ്കിലും ഉണ്ടാവോ? കാരണം ഏറ്റവും ലാസ്റ്റല്ലേ പോകുന്നേ, എല്ലാരും പോയില്ലേ, എല്ലാവർക്കും സ്വർഗത്തിൽ അവരുടെ എല്ലാ സ്ഥാനങ്ങളും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് ആണ് പോകുന്നത് അല്ലേ? അങ്ങനെ അല്ലാഹു തആല പിന്നെ അയാൾക്ക് കൊടുക്കുന്നത് അല്ല 10, അതായത് പിന്നെ അത് ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും ഈ ലോകത്തുള്ള 10 രാജാക്കന്മാര് ഉണ്ടാകുന്ന അത്രയും പിന്നെയും കൊടുക്കും. എന്നിട്ട് ഇനി വേണോന്ന് പറയുമ്പോൾ മതി എന്ന് പറയുന്നു. അങ്ങനെയാ പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ഒരു ഹദീസ് ഉണ്ട്, അത് ഞാൻ വായിച്ചുതരാം ഇൻഷാ അല്ലാഹ്. സ്വർഗത്തില് അപ്പൊ അതത്രയും പിന്നെ ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഇത് തന്നെ പറയുമ്പോ ഈ ഇഹലോകത്തെക്കാൾ ഇതിനേക്കാൾ ഉത്തമമാന്ന് പറയുമ്പോ അല്ലെ 10 രാജാക്കന്മാരെ സുഖസൗകര്യങ്ങൾ എന്തായിരിക്കും അല്ലെ? ഒരു രാജാവിന്റെ തന്നെ കിട്ടിയാൽ തന്നെ മതിയില്ലേ, പോരെ? അല്ലാഹ്, ഇതെല്ലാം എങ്ങനെയാ അനുഭവിക്കാൻ അല്ലേ, ആസ്വദിക്കാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. വലുതന്നെ ആഗ്രഹിക്കുന്നത് വലുതന്നെ ആഗ്രഹിച്ചോ, ഇവിടെ അല്ല അവിടെ അല്ലേ? കൊറക്കണ്ട ചോദിക്കുമ്പോ ഇല്ലേ കുറച്ചൊരു മൂലക്കെങ്കിലും സ്ഥലം തരണേ, അങ്ങനെ ചോദിച്ചേക്കണ്ട കേട്ടാ. വിശാലമായി തന്നെ നല്ല രത്നങ്ങളും പവയത്തിന്റെ മുത്തിന്റെ കൊട്ടാരത്തിൽ നമുക്ക് കഴിയണ്ടേ അല്ലേ? ഉള്ളന്ന് നോക്കുമ്പോ പുറത്തേക്ക് കാണുന്നേ, പുറത്തുനിന്ന് നോക്കുമ്പോ ഉള്ളിലേക്ക് കാണുന്നേ, ആ വലിയ മുത്തിന്റെ കൂടാരം ഇങ്ങനെ ഇരിക്കൂലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. മറനീക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പം സ്വർഗം അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ നരകത്തിന്റെ ചൂട് തട്ടാതെ കടന്നു കൂടിയാ മതിയെന്ന്. അങ്ങനെ പോരാ. നരകത്തിന്റെ ചൂട് തട്ടാതെ അങ്ങ് കടന്നു കിട്ടണം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അല്ലെ ടോപ്പിൽ തന്നെ വേണം. അല്ലാഹു അക്ബർ. എങ്ങനെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് 2 റക്അത്തായിട്ട് പറയുന്നുണ്ട്.
അത് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ പിന്നെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതിയാല് എന്താ പറയുന്നത്? എല്ലാ ഫർള് നിസ്കാരത്തിനു ശേഷം ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താല് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ വേറൊരു മറയും ഇല്ല എന്ന് പറഞ്ഞാൽ മരിച്ചാ സ്വർഗത്തിലാണെന്ന്. അല്ലെ? സുബ്ഹാനല്ലാഹ്. മറന്നു പോകാൻ പാടില്ല. എപ്പ നിസ്കരിച്ച് കഴിഞ്ഞ സലാം വിട്ട് നമ്മള് ദിക്ർ ചെല്ലുന്ന ആയത്തുൽ കുർസി ഓതണം. അത് ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലിയാലും കുഴപ്പമില്ല, സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് ആയത്തുൽ കുർസി ഓതിയാലും കുഴപ്പമില്ല. എന്തായാലും നിസ്കാരത്തിന് ശേഷം എന്താക്കണം? ആയത്തുൽ കുർസി ഓതണം. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. എന്താ അറിയോ? അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മളെല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്നറിയോ? പിന്നെ നമ്മള് ശീലിച്ചു കഴിഞ്ഞാല് പിന്നെ ഇത് യാന്ത്രികമായി പോകും. അങ്ങനെയല്ല. മനസ്സറിഞ്ഞിട്ട് തന്നെ ഈ ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ട് തന്നെ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഓർമ്മിച്ചിട്ട് ചെയ്യണം. നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എൻ്റെ അടുത്തുനിന്ന് ഒരു വഴുതി പോകാൻ പാടില്ല, അത് മിസ്സായി പോകാൻ പാടില്ല എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ എന്നെ ബേജാറോട്. അതെ, പണ്ടേ ഉള്ളത് തന്നെ. പക്ഷെ അത് നമ്മൊരു ശീലം പോലെ. ഇപ്പോ പിന്നെ സ്കൂൾ പഠിക്കുമ്പോ ദേശീയഗാനം ചൊല്ലിക്കഴിഞ്ഞാല് ബെല്ലടിക്കൂലേ പണ്ട് സ്കൂൾ? അപ്പൊ നമ്മൾ ഈ ജനഗണമന ചൊല്ലിക്കഴിഞ്ഞാലേ ടിണ്ടിണ്ടാക്കൂ ഏർന്ന് ചൊല്ലിയാലോ. അതെല്ലാം പോലെ നമ്മളിതിങ്ങനെ ശീലായി പോകാൻ പാടില്ല. ഇത് നമുക്ക് നിസ്കാരം കഴിഞ്ഞാല് ഇത് ചൊല്ലിക്കഴിഞ്ഞാല് നമുക്ക് സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതിൽ അള്ളാഹുവിന്റെ മഹത്വങ്ങളാ പറയുന്നത്. അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ വിശേഷണങ്ങൾ, അള്ളാഹിന്റെ മഹത്വങ്ങളല്ലേ ഈ ആയത്തുൽ കുർസിയിൽ പറയുന്നത്. അത്രയും ശ്രേഷ്ഠമായ ആയത്താണ്. അതിന് അത്രയും ശ്രേഷ്ഠത ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ അല്ലെ നമ്മൾ അത് ഓതാ. അതേപോലെ തന്നെ അതിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതിന്റെ ശ്രേഷ്ഠത എന്താ പറയുന്നത്? അതും രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പിന്നെ ഇത് മൂന്നും നിസ്കാരത്തിന് ശേഷം, ഫർള് നിസ്കാരത്തിന് ശേഷവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഒരാളെപ്പോഴും പതിവായി ചൊല്ലിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ഉറപ്പായിട്ടെന്നാ പറയും. പ്രവേശിച്ചെന്നാ പറയും. അത്രയും പിന്നെ ശ്രേഷ്ഠത അതിന് പറയുന്നുണ്ട്. പക്ഷെ അധികം ആൾക്കാരും അതിൽ നിന്ന് അശ്രദ്ധരാണെന്നും പറയുന്നുണ്ട്. 112 അതെന്ത് കണക്കാന്ന്? നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ 33, 34 അല്ലാഹു അക്ബർ ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഈ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ ഹദീസിൽ അത്രേ ഉള്ളൂ. അതിനപ്പുറം കൂട്ടിയിട്ട് അത് നിസ്കാരത്തിന് ശേഷം രാത്രി ഉറങ്ങുമ്പോ പറഞ്ഞത് 33, 34 ആണ്. അതെല്ലാം നമ്മൾ കൃത്യമായ എണ്ണം പൂർത്തിയാക്കി തന്നെ എപ്പോഴും ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ്, സിമ്പിൾ കാര്യങ്ങളാണ്. പിന്നെ സുബ്ഹാനല്ലാഹ്, നല്ല ഇതാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ സ്വർഗം നേടിയെടുക്കാനുള്ള വഴികളും അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് എങ്ങനെ നമുക്ക് പോകാം, അതിനുള്ള വഴികൾ എന്തെല്ലാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? സ്വർഗം കിട്ടണമെങ്കിൽ ഫസ്റ്റ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയാലും ആയത്തുൽ കുർസി ഓതിയാലും സ്വർഗം കിട്ടും, ശരി തന്നെ. പക്ഷെ ആദ്യം എന്താകണം? ഫസ്റ്റ് എന്താ പറഞ്ഞ? ഈമാൻ. അതാണ്, ഈമാൻ ശരിയാകണം. നമ്മളെ ഈമാൻ ശരിയാകണം. ഈമാൻ ശരിയായാൽ മാത്രമേ, ആ ഈമാൻ ശരിയാകാണ്ട് നമ്മൾ ഈ പറഞ്ഞ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അല്ലെ? ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്താ പറഞ്ഞത്. അപ്പൊ ഈമാൻ എന്നുള്ള അല്ലെ, നമ്മള് ആമന റസൂൽ ഓതുന്നില്ലേ? ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസൂലി വഖാലു സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഇതാണ് അല്ലേ? ഉറങ്ങാൻ കേൾക്കുമ്പോഴല്ലേ ചൊല്ലേണ്ടത്?
എപ്പോ ഓദിക്കും, ഉറങ്ങാൻ കിടക്കുമ്പോ എന്തായാലും ഓതണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആമന റസൂല് എപ്പോഴും ഓതണം. ഓതാ നിസ്കാരത്തിലെല്ലാം ഓതാ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആമന റസൂൽ ഓതിയാൽ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. പിന്നെ ഒരാള് സൂറത്തുൽ ഇഖ്ലാസും ആമന റസൂലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്താൽ അവന് അതന്നെ മതി, രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം. കിടക്കാൻ പോകുമ്പോൾ തന്നെ ചൊല്ലുന്നതാണ് അതിന്റെ ശ്രേഷ്ഠത. ഇശാ നിസ്കരിച്ച ശേഷം ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം വർത്താനം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ ചൊല്ലാണ്ട് ഉറങ്ങുന്നതിന് ശരിയാവില്ല. ഇത് അടുത്തേക്ക് പെൻഡിങ് വെച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്തെ തന്നെയാണ് അത് ഏറ്റവും നല്ലത്. അപ്പം ഈ ഒരു ഇത് ഈമാൻ അല്ലെ, അള്ളാഹുവിലും റസൂലുകളിലും ഈ പറഞ്ഞ ഈമാൻ, ഖാലു സമിഅന വഅതഅന അല്ലെ, കേട്ടു അനുസരിച്ചു. അതാണ് നമ്മളെ ഈമാന്. നമ്മളിത് പൂർത്തിയാകണം. ഈമാനോട് കൂടിയിട്ടുള്ള അമല് സാലിഹാത്തുകൾക്ക് മാത്രമേ അള്ളാഹുവിൽ എന്തുള്ളൂ, പ്രതിഫലമുള്ളൂ അല്ലെ. അപ്പൊ ആമന റസൂല് രാത്രി നമ്മൾ ഓതിക്കിടന്നു കഴിഞ്ഞാല് പുലരുവോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലെ മലക്കുകളുടെ കാവലുണ്ടാവും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മളെ കൂടെ കാവലിന് അള്ളാഹു മലക്കുകളെ ഏർപ്പാടാക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഒളു എടുത്ത് കിടന്നാൽ തന്നെ അത് പറയുന്നുണ്ട്, പ്രൊട്ടക്ഷനാണ് അല്ലെ, മലക്കുകളുടെ പ്രാർത്ഥനയാണ്. ഉറങ്ങി എണീക്കുന്നവരെ നമുക്ക് പുറത്തു തരണേന്നും എല്ലാം മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊന്നും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല കേട്ടാ. ഇപ്പോ പിന്നെന്താ, അപ്പം പീരിയഡ്സ് ആയാലും ഒന്നു കൊടുക്കണമെന്നില്ല, എടുക്കുന്നതിന് കുഴപ്പമില്ല. അതവിടെ നമ്മൾ എന്തായാലും അശുദ്ധിയിലാന്ന്, അത് ശുദ്ധിയാണെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതിനൊന്നുമില്ല, കുഴപ്പമില്ല. അപ്പം സ്വർഗത്തിൽ ഈമാനുള്ളവർ മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവൂ. ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ എന്നാ പറഞ്ഞെ. നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ എന്താകൂല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം വിശ്വാസം ഉൾക്കൊള്ളണം, അത് നിർബന്ധമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് എന്താകൂ, എൻട്രൻസ് പാസ് കിട്ടും. പാസ് കിട്ടണ്ടേ ആദ്യം, എന്നാലല്ലേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയും അല്ലേ. അപ്പൊ ഈമാൻ ആദ്യം ഫസ്റ്റ്. അപ്പൊ അതില് ഇത് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ എന്ത് വേണം, ഈമാൻ കിട്ടി അൽഹംദുലില്ലാഹ്. മരിക്കുന്നത് വരെ ആ ഈമാൻ എന്താക്കണം, ഇസ്തിഖാമത്തോടുകൂടി നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്, ഇസ്തിഖാമത്ത്. ഈമാൻ ആദ്യം വേണം, ഇസ്തിഖാമത്ത് രണ്ടാമത് വേണം. കാരണം ചില ആൾക്കാരില്ലേ തെറ്റിപ്പോകുന്ന, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ അല്ലെ. സത്യം അറിഞ്ഞിട്ട് ഹിദായത്തിൽ വന്നിട്ട് മുസ്ലിമായി ജനിച്ചിട്ട് ഇസ്ലാമിന്റെ ഇതിൽ ജീവിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് വൈകല്യം വന്ന് നിരീശ്വര വിശ്വാസവും ശിർക്കൻ വിശ്വാസവും എല്ലാം തെറ്റിപ്പോകുന്ന ആൾക്കാരില്ലേ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അള്ളാഹിന്റെ ആ ഒരു യഥാർത്ഥ ഈ തൗഹീദിൽ മരിക്കുന്നത് വരെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് നിലനിർത്തി തരട്ടെ, ആമീൻ. അത് ഉറച്ചു നിൽക്കാനുള്ള ആ ഒരു തൗഫീഖ് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആയത്താണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മസ്തഖാമു, അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ആൾക്കാരുടെ അടുത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലെ, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ് അല്ലെ. ശരിക്കും ഇത് മരണസമയത്താണെന്നും പറയപ്പെടുന്നുണ്ട്. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം അവർക്ക് ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്നിട്ട് അവര് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ അല്ലേ. ആ ഒരു കാഴ്ച അല്ലെ, ആ കൺകുളിർമയുള്ള ഒരു കാഴ്ച കാണാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ, ആമീൻ. ഇസ്തിഖാമത്തോടു കൂടി നിലകൊണ്ടാലുള്ളവർക്കുള്ള ശ്രേഷ്ഠത ഇവിടെ പറയുന്നത് എന്താണ്, മലക്കുകൾ വരും അല്ലെ. നമ്മളെ മരണാസന്നമായ ആ സമയത്ത് മരണവെപ്രാളത്തിൽ അല്ലെ, മരണവേദനയിൽ
പ്രയാസപ്പെടുന്ന സമയത്ത് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അള്ളാഹിന്റെ മലായിക്കത്തുകളെ നമുക്കിങ്ങനെ കാണാനും അല്ലെ, അവരിങ്ങനെ സന്തോഷത്തോടെ, അതന്നെ സന്തോഷത്തോടെ അവര് നമ്മളോട് പറയുന്നില്ലേ, പേടിക്കണ്ട അല്ലെ, അല്ലാ തഹാഫു, ഭയപ്പെടണ്ട, വലാ തഹസനു, നീ ദുഃഖിക്കണ്ട, ഇതാ അബ്ശിറു, ഇതാ നീ സന്തോഷിക്ക് അല്ലെ. ഇങ്ങനൊരു വാക്ക് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. കാരണം ആ മരണസമയം എങ്ങനെയായിരിക്കും നമുക്ക് ആർക്കും അറിയില്ല. നമുക്കത് എങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഈ ഒരു ആയത്ത് കേട്ട മുതൽ ദുആ ചെയ്യുന്ന ഒരു കാര്യമാണത്. അള്ളാഹ് ഇസ്തിഖാമത്തോടു കൂടി ഈ ദീനിൽ ഉറച്ചു നിൽക്കാനും. സൂറത്തുൽ അഹ്ഖാഫിലാന്ന് തോന്നുന്നു, 41-ാമത്തെ അധ്യായം. സൂറത്തുൽ അഹ്ഖാഫ് അല്ലേ, നോക്കട്ടെ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയലുണ്ടല്ലോ. ഫുസ്സിലത്ത് അല്ലേ, സൂറത്ത് ഫുസ്സിലത്തിലാണ്. ഫുസ്സിലത്തിലെ 30, 31, 32 ആയത്തുകളുണ്ട്. എന്നിട്ട് സ്വർഗം കൊണ്ട് അവരോട് എന്താ പറയുക, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം ഇതാ അല്ലേ. എന്നിട്ട് അവരോട് ഈ ഇസ്തിഖാമത്തോട് നിലകൊണ്ട ആളുകൾ അള്ളാഹ് എന്താ പറഞ്ഞറിയ, അല്ല മലക്കുകൾ പറയുന്നത്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ, ഞങ്ങൾ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളാണ്. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ ഔലിയാക്കളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ, അവിടെ നിങ്ങളെ മനസ്സ് കൊതിക്കുന്നത് എന്തോ അതെല്ലാം ഉണ്ട് എന്നാ പറയുന്നത്. ഇവിടെ സ്വർഗത്തില് അല്ലേ, നിങ്ങളോട് വാഗ്ദാനം ചെയ്തതും പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങളെ മനസ്സിൽ കൊതിക്കുന്നത് അല്ലേ. ഇപ്പൊ നമ്മളെ മനസ്സിൽ വിചാരിക്കുമ്പോ നമ്മൾ പറയുന്നൊന്നില്ല, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എന്തെല്ലാം കാര്യങ്ങൾ വിചാരിക്കലുണ്ട് ഇല്ലേ. ആഗ്രഹിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ഇല്ലല്ലേ. ആഗ്രഹിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടല്ലേ? ഞാനങ്ങനെ പറയല്. ഞാൻ എൻ്റെ ആങ്ങളുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ, ഇങ്ങനെ തന്നെ ആഗ്രഹിച്ചോ, ആഗ്രഹിക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ. ആഗ്രഹിക്കാൻ ദുആ ചെയ്യാ, അള്ളേ നമുക്ക് തരും. അള്ളാഹിലൊരു പ്രതീക്ഷയില്ലല്ലേ, അതിനിപ്പോ നമുക്ക് നടക്കോ എങ്ങനെ ചോദിക്കും ഒരാള്. അങ്ങനെ ചിന്തിക്കേ ചെയ്യണ്ട, അങ്ങനെ ഞാൻ ചിന്തിക്കലെന്നില്ല അല്ലെ. നമ്മളെ കൊണ്ട് അതിലിപ്പം കഴിയോ? നമ്മളെ കൊണ്ട് എന്താ കഴിയുക? നമ്മളെ കൊണ്ട് ഒന്നും കഴിയൂല. നമ്മളെ കൊണ്ട് എല്ലാലും ഒന്നും കഴിയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹിനെ കൊണ്ടല്ലാണ്ട് നമ്മളെ ഒരു കാല് അല്ലെ, ഒരു കാൽപാത നമുക്ക് മുന്നിലേക്ക് എടുത്തു വെക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹിന്റെ ഹൗല് വേണം, അള്ളാഹിന്റെ ഖുവത്ത് വേണം. ഈ ചെറുത്തോണ്ട് പോയാലേ അത് നമുക്ക് തിരിച്ചു മേടിക്കാൻ കഴിയൂല. അത്രയും നമ്മളെ നിസ്സാരന്മാരാണ്. നമുക്കൊന്നിനും കഴിവില്ല, നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയൂല. ആരെ കൊണ്ട് വിചാരിച്ചാലും കഴിയോ? ആരെ കൊണ്ട് വിചാരിച്ചാലും കഴിയൂല അല്ലെ. ആര് വിചാരിച്ചാലും കഴിയൂല, അള്ളാഹ് വിചാരിച്ചാലല്ലാതെ അല്ലെ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒന്നും നമുക്കൊരു മടിയും വേണ്ട. കാരണം അള്ളാഹിന്റെ ഖജനാവ് അല്ലെ, അള്ളാഹിന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ചോദിക്കുന്നതിന് എന്താ, അതൊക്കെ ഇഷ്ടാ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ മടിക്കുന്നല്ലേ. ഇതിലിങ്ങനെ തന്നെ ചോദിച്ചോ, ഒന്നും കുറക്കണ്ട, എല്ലാം ചോദിച്ചോ. ഈ ദുനിയാവിലേക്കുള്ളതും ആഖിറത്തിലേക്കുള്ളതും എല്ലാം ചോദിച്ചോ അല്ലെ. ദുനിയാവും ആഖിറും ചോദിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ കൂടുതൽ ദുനിയാവായി പോകാൻ പാടില്ലാന്നേ ഉള്ളൂ. ദുനിയാവിൽ നമുക്ക് കുറെ ഒന്നും വേണ്ടപ്പ അല്ലെ. എന്തിനാ കുറെ വേണം ദുനിയാവില്? വേണ്ട. ദുനിയാവ് അങ്ങനെ കുറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോയിക്കോട്ടെ അല്ലെ. അവിടെ എത്തിയാലും ഒരു നഷ്ടം വരാത്ത രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി. ഒരു ഖേദം വരാൻ പാടില്ല അല്ലെ. പഠിച്ചോനെ കുറച്ചും കൂടി ചെയ്തില്ലെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഖേദം വരാത്ത ഒരവസ്ഥയിൽ നല്ലതന്നെ കിട്ടട്ടെ അല്ലെ. നമ്മളെത്തിക്കട്ടെ, ആമീൻ. അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ എന്ത് കൊതിക്കുന്നോ അതെല്ലാം ഉണ്ട്. ഇത് നുസുലം മിൻ ഗഫൂരിർ റഹീം അല്ലെ. ഗഫൂർ റഹീമുമായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സൽക്കാരമാണത്. സൂറത്തു പിന്നെ ഫുസ്സിലത്തിലും ഉണ്ട്, സൂറത്തുൽ അഹ്കാഫിലും ഉണ്ട് കേട്ടാ. അതാണ് അഹ്കാഫ് എന്ന് പറഞ്ഞത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതാണ് സൂറത്തുൽ അഹ്കാഫിലുള്ള ആയത്ത്.
അള്ളാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് പറയുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവർക്ക് പിന്നീട് എന്താക്കേണ്ടതില്ല, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ എന്താണ്, സ്വർഗാവകാശികളാണ്. ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ നിത്യവാസികളായിരിക്കും, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമത്രേ അത്, ജസാ അല്ലെ. ജസാഇന്റെ ഇന്നത്തെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല രാവിലത്തെ ക്ലാസ്സിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രത്യുപകാരമായിട്ട് കിട്ടുന്ന പ്രതിഫലാണത് അല്ലേ. ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ആ മനസ്സിലാവുന്നുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഈമാൻ വേണം, ഇസ്തിഖാമത്ത് വേണം. പിന്നെന്താ പറയുന്നത് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഒരു കലിമ, അത് സ്വർഗത്തിലേക്കുള്ളൊരു വലിയൊരു അവസരം. പിന്നെ പറയുന്നില്ല, ഈ ദുനിയാവിലുള്ള സകലതും എല്ലാം ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിൽ വെച്ചാൽ അതിനാണ് എന്ത് വരാന്, കനം കൂടുതൽ. അത് മാത്രല്ല, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അത് വെറുതെ ഇങ്ങനെ ദിക്ർ പോലെ ചൊല്ലിക്കൊണ്ട് പോയി എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാലും അതും പറയുന്നുണ്ട് അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളുടെ വാക്ക് മരണപ്പെടുന്ന സമയത്ത് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാലും അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു പറയുന്നുണ്ട് അല്ലേ. കലിമ ചൊല്ലിക്കൊണ്ട് അതെ എല്ലാവർക്കും ഒന്നും ചൊല്ലാൻ കഴിയൂല. അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിലേ ചെയ്യാൻ കഴിയും. ഇവിടെ ദുനിയാവുന്ന 1000 10,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്ന് വിചാരിച്ചിട്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണമെന്നില്ല അല്ലേ. മരിക്കാൻ കിടക്കുന്നു അതെ. ഇപ്പൊ നമ്മള് ഒരാൾ മരിക്കാൻ കിടന്നിട്ട് നമ്മളെ കുറെ ആൾക്കാർ ആ ചുറ്റും ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് അത് പറയാൻ കഴിയണമെന്നില്ല. അത് ചൊല്ലിക്കൊടുക്കാൻ പറയുന്നുണ്ട്. അവർക്ക് ചൊല്ലാൻ കഴിയണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖ് തന്നെ വേണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ ദുനിയാവിൽ നിന്ന് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതെല്ലാം ദുആയിൽ എപ്പോഴും ഉൾപ്പെടുത്തണം കേട്ടാ. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ മിന ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു ഈ ദുനിയാവിൽ എൻ്റെ അവസാന വാക്കത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരണേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് നമുക്ക് നിൽക്കാനും, വെറുതെ അല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, എന്നിട്ട് അള്ളാഹു അല്ലാത്ത തങ്ങന്മാരുടെ അടുത്തും ജീവന്മാരുടെ അടുത്തും അല്ലേ മക്ബറകളിലും ജാറങ്ങളിലും എല്ലാം പോവുകയും ചെയ്താൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുമോ? അത് ശരിയാവില്ല അല്ലേ. നമ്മളെ വിശ്വാസം അത് കറക്റ്റ് ആകണമെങ്കിൽ നമ്മളെന്ത് കാര്യം അത് അള്ളാഹുവിലേക്ക് മാത്രം, അള്ളാഹു അല്ലാത്ത വേറൊരാൾക്കും ഒന്നും നമ്മൾ ഇതാക്കാൻ പാടില്ല അല്ലെ. നമ്മളൊരാവശ്യം ഒന്നും നമ്മൾ വേറൊരാളിലേക്ക്, ഏകനായ റബ്ബിലേക്ക് മാത്രം. അപ്പം ഈമാൻ ഇസ്തിഖാമത്ത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അതേപോലെ തന്നെയാണ് ഈമാൻ ഉള്ളതോടൊപ്പം അമലു സാലിഹാത്തുകൾ ഉണ്ടാകുക എന്നുള്ളത്. സ്വർഗത്തിലേക്കുള്ള ഒരു നമ്മളെ സ്വർഗം കിട്ടാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ച ഒരുപാട് സ്ഥലത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇരട്ട മക്കളെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുമിച്ച്, അതായത് ഈമാനും അമലു സാലിഹാത്തും അല്ലേ. സ്വർഗം പറയുന്നിടത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ആമനു വഅമിലു സ്വാലിഹാത്ത്, അത്രയും ഉണ്ട്. അപ്പം അത് ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാൻ മാത്രം ഉണ്ടായാൽ അല്ലേ പോരാ, അതിൻ്റെ കൂടെ ഈമാൻ ഒരാൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിൽ എന്തുണ്ടാവും, അമലു സാലിഹാത്തുകൾ ഉണ്ടാവും അല്ലേ. അതെന്തായാലും ഉണ്ടാവും. അമലു സാലിഹാത്തുകൾ വേണം. അമലു സാലിഹാത്ത് കുറേ സൽക്കർമ്മങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാകണം. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആയത്തുകൾ നിങ്ങൾ നോക്കുക കേട്ടാ. ഒരുപാട് ആയത്തുകളുണ്ട്.
ജന്നാത്തുൽ ഫിർദൗസി നുസുല, എല്ലാ ഈമാനും അമലു സാലിഹാത്തുകളുള്ളതാണ്. വിശ്വാസവും അതോടനുബന്ധിച്ചുള്ള സൽക്കർമ്മങ്ങളും ഒരാളിലുണ്ടോ അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ സൽക്കാരം വരുന്ന് അല്ലെ, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ 4 കാര്യങ്ങളല്ലേ ഇപ്പം പറഞ്ഞത്. അതിന് 5-മതായിട്ട് പറയുന്നത് എന്താ അറിയോ? അള്ളാഹുവിലുള്ള ഭയം. അള്ളാഹുവിലുള്ള ഭയം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഭയപ്പെടുക എന്നുള്ളത് നല്ല ആളുകളുടെ അടയാളമാണ്, സദ്ബുദ്ധരായ ആളുകളുടെ അടയാളമാണ്. മലക്കുകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. മലക്കുകൾ അവര് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്, അള്ളാഹു പറഞ്ഞതെല്ലാം കൽപ്പനകൾ അനുസരിക്കുന്നവരുമാണ്. മലക്കുകളെ കുറിച്ച് പറഞ്ഞതാണ് അല്ലെ. മലക്കുകളാരാ? അള്ളാഹുവിൻ്റെ അത്രയും അല്ലെ അനുസരണയുള്ള ദാസന്മാരാണ് അവര്. അപ്പോൾ നമ്മള് ഒരു മുസ്ലിമായ ഏതൊരു മനുഷ്യന്റെ മേലും നിർബന്ധമായ ഒരു ബാധ്യതയും കൂടിയാണ് എന്ത്? അള്ളാഹുവിൻ്റെ ശിക്ഷയിലുള്ള വിശ്വാസം, അതിനെക്കുറിച്ച് ഭയപ്പെടാന്നുള്ളത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടണം, അത് നിർബന്ധമാണ് അല്ലെ. നമുക്കൊരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ പ്രചോദനം നൽകുന്നത് എന്താണ്? ശിക്ഷയെ ഭയപ്പെട്ടിട്ടല്ലേ അല്ലേ. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കാകുന്ന ഒരു അവസരമുണ്ട്. എല്ലാവരും ഒറ്റക്കാവൂലേ അല്ലെ. ഇന്നിപ്പോ നമുക്ക് എല്ലാവരും ഉണ്ട്, എന്തിനും ഏതിനും വിളിക്കാണ്ടും വിളിച്ചിട്ടും നമ്മളെ കാര്യങ്ങൾ നോക്കിയും കണ്ട് എല്ലാം ചെയ്തു തരാൻ നമുക്ക് ഇന്ന് ചുറ്റും ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ റൂഹ് ഈ ദുനിയാവിൽ നിന്ന് പിരിയുന്നതോടുകൂടി മരിച്ചിട്ട് മയത്തിന് മുമ്പിൽ നിന്നിട്ട് ആൾക്കാർ അറിയും, എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയില്ലേ അല്ലേ. നമ്മളെ ഒറ്റക്കാക്കിയില്ലേ. നമുക്ക് ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് എന്തുണ്ട്? എല്ലാവരും ഉണ്ട്. ഈ പോയ ആൾക്കാരെങ്കിലും ഉണ്ടാ അല്ലേ? ഞാനും എൻ്റെ സൽക്കർമ്മങ്ങളും ഉണ്ടാവും കൂടെ. വേറെ എന്താ ഉള്ളത്? പിന്നെ മറക്കുന്നില്ലേ? മറവി എന്നുള്ളത് അള്ളാഹു തആല തന്നോണ്ടല്ലേ നമ്മളിവിടെ ജീവിക്കുന്നത്. പിന്നെ മറവിയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാനേ നേരം ഉണ്ടാവൂലേ. അള്ളാഹു അക്ബർ. അപ്പം അതെല്ലാം ശരിയാണ്. അത് ശരിക്കും പ്രസവ വേദന എന്നുള്ളത് ആ ഒരു നിമിഷം വേദനിക്കുന്നെങ്കിലും കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴത്തേക്ക് ആ വേദന മറന്നില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതെല്ലാം എല്ലാ അനുഗ്രഹം തന്നെയാണ്. അപ്പം അള്ളാഹുവിനെ ഭയപ്പെടാ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടാ എന്നുള്ളത് നമ്മളെ മേലെ നിർബന്ധമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം അത് വേണമല്ലേ നമുക്ക് ഓരോരുത്തരുടെ അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള ഒരു ഇതും ഉണ്ടാവണം, ശിക്ഷയെ കുറിച്ചുള്ള ഭയവും ഉണ്ടാവില്ല. വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, രണ്ടും അദാബിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവണം, അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള ആ ഒരു പ്രതീക്ഷയും ഉണ്ടാകണം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ എന്നാ പറഞ്ഞത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി അല്ലെ, തൻ്റെ റബ്ബിന്റെ സ്ഥാനം, റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടതിനെ കുറിച്ച് ആർ ഭയപ്പെടുന്നുവോ അവന് 2 സ്വർഗത്തോപ്പുകൾ ഉണ്ടെന്നാ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ജന്നത്താൻ അല്ലെ, 2 വേണ്ടേ നമുക്ക് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ നമ്മൾ സൂറത്ത് ബയ്യനയിൽ പറഞ്ഞില്ലേ, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. ഇത് ആർക്കുള്ളതാണത്? തൻ്റെ റബ്ബിനെ ഭയപ്പെട്ടവനാ ഉള്ളതാകുന്നു അത്. അവർക്കാണ് ആ സ്വർഗം. അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹിനെ ഭയപ്പെടണം, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടണം. ഈ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹ് ചെറിയ ചെറിയ രൂപത്തിൽ നമ്മളെ ശിക്ഷിക്കും. അതും നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ നമുക്കുള്ള ഒരു ശിക്ഷയായിട്ട് തന്നെ നമ്മൾ കാണണം. അത് മാത്രമല്ല, പാപങ്ങൾ പുറത്തു തരും. ഒരു ഭാഗത്ത് ഒരു വിശ്വാസിക്ക് ഒരു മുള്ള് തറക്കുന്നത് പോലും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ട് അല്ലാതെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതെല്ലാം ഒരു തരത്തിലുള്ള ശിക്ഷയാണ് നമ്മൾ വിചാരിക്കാം. അപ്പൊ എന്താണെന്നറിയോ, നമ്മൾ നന്നാകാൻ, ഞാൻ ഇനിയും നന്നാകാനുണ്ട്
എന്നിൽ എന്തൊക്കെയോ വീഴ്ചകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്നിൽ എന്തോ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നന്മകൾ പോരാ, അങ്ങനെ ഉണ്ടാവൂലേ? നമ്മൾ ചെയ്യുന്ന പോരാന്ന് തോന്നിയിട്ട് നമ്മളെ നന്നാക്കിക്കൊണ്ടിരിക്കാനാണ് അള്ളാഹു താല എന്ത് തരുന്നത്? ഓരോ മുട്ടുകൾ, അല്ലെ? ഓരോ മുട്ടുകൾ, ഓരോ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, പരീക്ഷണങ്ങൾ എല്ലാം നമ്മളെ പ്യൂറാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ നന്നാക്കി കൊണ്ടുപോകാനാ. അള്ളാഹ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. എന്തേ? അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു തെറ്റുകുറ്റം ഇല്ലാത്ത രൂപത്തിൽ ക്ലിയർ ആയിട്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ നമ്മളെ റബ്ബ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്? ചെറിയ ചെറിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ വെച്ചാൽ നമ്മളെ റബ്ബിലേക്ക് തിരിയാൻ, അള്ളാഹുലേക്ക് ഒന്ന് നോക്കാൻ, നമ്മളൊന്നും കൂടി നന്നാകാൻ, അങ്ങനെ ചിന്തിച്ചാൽ മതി. എൻ്റെ റബ്ബിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ വരുന്നത് എന്താണെന്നറിയോ? പിന്നെ ഇഖ്ബാത്ത് എന്നാണ്. അതായത് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടി മടങ്ങാന്നുള്ളത്. വബശ്ശിരിൽ മുഖ്ബിതീൻ പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് വിനീതനായിക്കൊണ്ട് പിന്നെ അത്രേ എന്താ പറയുക, അള്ളാഹു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണത്, വിനയാന്വിതനാകാന്നുള്ളത്. വിനയം എന്നുള്ളത് അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വഅഖ്ബതു ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്ന. മുഖ്ബിത്ത് ഖായാണ്. അതായത് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റത്തെ വിനയപൂർവം ഖേദിച്ച് മടങ്ങുക അള്ളാഹുവിലേക്ക്, അവർ സ്വർഗാവകാശികളാണെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ മുഖ്ബിത്തീങ്ങൾ ആരാണെന്നും കൂടി പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അവരുടെ സ്വഭാവം പറയുന്നത് മുഖ്ബിത്ത് ഖ മീം ഖ ബ ത ജീമിന്റെ ഖ. അല്ലദീന, ഈ മുഖ്ബിത്തീങ്ങൾ ആരാണ്? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വസ്വാബിരീന അലാ മാ അസ്വാബഹും വൽമുഖീമിസ് സ്വലാത്തി വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരാരാണ്? അവർ ഇദാ ദുകിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ വിറകൊള്ളും, കിടിലം കൊള്ളും. പിന്നെയോ വസ്വാബിരീന അലാ മാ അസ്വാബഹും, അവർക്ക് ബാധിച്ച വിപത്തിനെ തൊട്ട് അങ്ങേയറ്റം ക്ഷമ കൈക്കൊള്ളുന്നവരാണ്, ക്ഷമാപൂർവം തരണം ചെയ്യും. അതിലൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ അല്ലെ ഒരു പരാതി പറയുകയോ ഒന്നുമില്ലാതെ അത് ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുക. അപ്പൊ സ്വാബിരീന അലാ മാ അസ്വാബഹും, എന്തെങ്കിലും ബുദ്ധിമുട്ട് ബാധിച്ചാൽ അതിൽ പല ആൾക്കാരും എന്താ ചെയ്യാന്ന് വെച്ചാല് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അങ്ങനെയല്ലേ അല്ലെ? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് ഇതിന് കാരണം അതിന് ആരെങ്കിലും കൊണ്ടായിരിക്കുമല്ലോ, സംഭവിച്ചിട്ടുണ്ടാകാൻ, എന്തായാലും ആരെങ്കിലും ഉണ്ടാവുമോ ഈ പരിസരത്ത്. ഇപ്പൊ എന്താ പറയുക, കട്ടോലെ കിട്ടിയില്ല കിട്ടിയാളെ പിടിക്കാന്ന് പറഞ്ഞ പോലത്തെ അല്ലെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താക്കും, ഒരു ആശ്വാസം കൊള്ളുന്ന ആൾക്കാരുണ്ട് സ്വയം. അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ നീ അങ്ങനെ പോയോ, ഇങ്ങനെ പറഞ്ഞിട്ട് വെള്ളമുണ്ടാ. സത്യത്തില് അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമുണ്ടാ. പറയാ, പിന്നെ സമാധാനത്തിൽ പറയാം അല്ലെ. അങ്ങനെ ഒരു അതല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തിനെ കൊണ്ട് എന്തേ കാര്യം ഉണ്ടാ? കൊടുക്കാൻ പറ്റും. ഇത് വേണ്ടി വരുമോ? അപ്പം ക്ഷമ എന്നുള്ളത് അല്ലെ, എല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് മതി, ഇനി എന്താക്ക ക്ഷമിക്കാം. ഇതൊരു ക്ഷമയല്ല അല്ലെ, അതിനെക്കൂടെ ഒരു ക്ഷമ എന്ന് പറയൂല. അത് ക്ഷമാപൂർവം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. സംഭവിക്കാനുള്ളത് സംഭവിച്ച് അല്ലേ, സംഭവിക്കുന്നതിന് മുമ്പ് പറയാ. സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യമുണ്ടാ? ഇല്ലേ, ബാക്കിയുള്ള ആളെ മേലെ പഴിചാരിയിട്ട് കാര്യമുണ്ടാ? കാരണം കണ്ടെത്തിയിട്ട് കാര്യമുണ്ടാ? അതെ. അപ്പൊ അതുകൊണ്ട് അത് ക്ഷമ. പിന്നെ വരുന്നത് എന്താണെന്നറിയോ? വൽ മുഖീമിസ് സ്വലാ, നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവര്. പിന്നെ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവരെന്താക്കും? അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ.
ഇതൊക്കെയാണ് വിനയത്തിന്റെ അല്ലെ. വിനയം എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ വിനയപ്പെടുക. അള്ളാഹുവിനോടുള്ള വിനയാന്ന് ഇത് പറയുന്നത് ശരിക്കും. അപ്പോൾ നമ്മൾ ഇത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇത്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ എന്ത് കാണിക്കണം? ഈ ഒരു വിനയം നമ്മളെ ഭാഗത്ത് വരണം. നമസ്കാരം ചെലവഴിക്കുന്ന വിഷയത്തിലെല്ലാം. പിന്നെ വരുന്നത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ ആൾക്കാർ സ്വർഗത്തിന്റെ ആളുകൾക്കുള്ള ക്വാളിറ്റീസ് ആയിട്ട് പറയുമ്പോൾ പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനോടും റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം ഒഴിവാക്കുക എന്നാണ്. അള്ളാഹിനെയും റസൂലിനെയും എതിർക്കുന്ന ആൾക്കാരുണ്ടാവൂലേ, അങ്ങനെയുള്ളവരോട് എന്താക്കണ്ട? വല്ലാത്ത ചങ്ങാത്തം നമ്മൾ കൂടേണ്ട ആവശ്യമില്ല. അല്ല ഇല്ല അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ തീരെ കണക്ഷൻ വേണ്ട കേട്ടോ. അത് അല്ല ഇല്ലാന്ന് നിഷേധിക്കുന്ന ആൾക്കാർ. അങ്ങനെ അല്ലാണ്ട് ഇപ്പം മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വിശ്വാസമുണ്ട്, ദൈവത്തിലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ അവർ പല ദൈവങ്ങളാണ് അല്ലെ, ബഹുദൈവ വിശ്വാസികളാണ് അവരോട് തീരെ വേണ്ടാന്നൊന്നും പറയുന്നില്ല. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ. പക്ഷെ ഈ പിന്നെ നിരീശ്വരവാദം തരുന്നില്ല, അങ്ങനത്തെ ആൾക്കാരോടൊന്നും നമ്മൾ തീരെ കൂട്ടുകെട്ട് ഉണ്ടാകാനേ പാടില്ല. അവിടുത്തെ സംസാരിക്കാനേ പോകണ്ട. അതെ, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അതെ, അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അവരിലും ഏകദൈവ വിശ്വാസ ആൾക്കാരുണ്ട്. മറ്റേ ക്രിസ്ത്യൻസിലും എല്ലാം ഈ പറഞ്ഞ ഏകദൈവ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് പല ബഹുദൈവ വിശ്വാസം അങ്ങനെയുള്ള. പക്ഷെ ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഭയങ്കര കടുപ്പാണ്. അങ്ങനെയല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദൂതനല്ല, അങ്ങനെയല്ലേ ഈ നിരീശ്വരവാദം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ അന്തം വിട്ടു പോകും അല്ലേ. എന്തെല്ലാം പറയുന്നു, എന്തെല്ലോ പറയലാന്ന്, അതൊന്നും കേൾക്കാനേ പോണ്ട. അതെ, നല്ല ആൾക്കാരുമായിട്ടുള്ള സഹവാസം എപ്പോഴും നമുക്ക് ഗുണം ചെയ്യും. ചീത്ത ആൾക്കാരുമായിട്ടുള്ള സഹവാസം നമുക്കത് നഷ്ടേ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകെട്ട് കൂടാൻ പാടില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദല്ലാഹു വറസൂലഹു. അതായത് പിന്നെ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായിട്ട് നിങ്ങൾ സ്നേഹബന്ധം പുലർത്താൻ പാടില്ല എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. ക്രിസ്ത്യാനിലേക്ക് പോയത് ഒരാളില്ലേ മറ്റേ ഫാദറായത്. ഇപ്പൊ അള്ളാഹ് എല്ലാവർക്കും അള്ളാഹ് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. പിന്നെ വരുന്നത് എന്താ? സ്വർഗം കിട്ടാനുള്ള കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവരുമായിട്ട് നമ്മൾ സ്നേഹബന്ധം അധികം വെച്ച് പുലർത്തണ്ട എന്നുള്ളത്. അള്ളാഹിനെയും റസൂലിനെയും എതിർക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ പോകണ്ട. അവരുമായിട്ട് അങ്ങനെ വലിയ കൂട്ടുകൂടണ്ട, അതൊന്നും. പിന്നെന്താന്ന് വെച്ചാൽ അള്ളാഹുവിനോടുള്ള ബന്ധം കൂടുതൽ നിലനിർത്താൻ നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിക്കാൻ, അള്ളാഹുവിലേക്ക് ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സജദയിൽ അള്ളാഹു തആല അവിടെ പിന്നെ ഈ പറഞ്ഞ വിശ്വാസികളുടെ ക്വാളിറ്റീസ് അവിടെ പറയുന്നുണ്ട്. ഇന്നമാ യുഅ്മിനു ബി ആയാതിനല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറു സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദൂന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അവിടെ പറയുന്നില്ലേ, ശരിക്കും ആ ആയത്തിൽ ഓതുമില്ലേ ഒരു കുളിര് ഫീൽ ചെയ്യലുണ്ടാ, ഒരു രോമാഞ്ചം, ഇങ്ങനെ കയ്യും ഇതിലൊരു തരിപ്പ് തോന്നും എനിക്ക് ഇങ്ങനെ അത് ഓതുമ്പോൾ തന്നെ, ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ഇതാണ്. അങ്ങനെയല്ല ആവാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, അങ്ങനെയല്ലേ. ശരിക്കും അതെല്ലാം അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ അള്ളാഹുവിനോട് അത്രയും അടുപ്പമുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അവർക്കും അള്ളാഹു തആല ഒരുക്കി വെച്ചത് എന്താണ്? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ അല്ലേ. അതായത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ സുജൂദിലേക്ക് വീഴുക അല്ലേ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു കിബറില്ലാണ്ട് അല്ലേ, ഒരു അഹങ്കാരം ഒന്നും ഇല്ലാണ്ട്. അവിടെ പറയുന്ന തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ, ചില അവർക്ക് കിടത്തം കുത്തൂലാന്നാ പറയുന്നു. നമ്മളെങ്ങനെയാണ് പൊതച്ചുറങ്ങല്ലേന്ന് അല്ലേ, അലാറം അടിക്കുന്നു ഓഫാക്കുന്നു അല്ലേ, എന്നിട്ട് പുതപ്പെല്ലാം നീങ്ങിയതെല്ലാം എടുത്ത് മിൽച്ച് തലോട് കുടിച്ച് മൂടിയിട്ട് പിന്നെ ഉറങ്ങുന്നു. അപ്പൊ എങ്ങനെ ഈ ക്വാളിറ്റി കിട്ടാ അല്ലേ?
എന്നിട്ട് ഈ ക്വാളിറ്റി ആവോ? അള്ളാഹു അക്ബർ. ഇതല്ലേ 5 മിനിറ്റ് കൂടി അല്ലെ, 5 മിനിറ്റ് കുറച്ച് സമയം കൂടി നമ്മൾ തന്നെ ഇങ്ങനെ പറയല്ലേ. അന്നേരം നമുക്കെങ്ങനെ ഈ പറഞ്ഞ ഈ ഗുണങ്ങൾ നമ്മളാവോ? അള്ളാഹിനെ കുറിച്ചിട്ട് ഓർമ്മിക്കപ്പെട്ടാല് അവര് വിരിപ്പുകളിൽ നിന്ന് എഴുന്നേറ്റ് ഓടുന്നാ പറഞ്ഞത്. ഇത് നമ്മളോ വിരിപ്പെടുത്തിട്ട് ഒന്നും കൂടി പൊതിച്ചിട്ട് കുറച്ച് സമയം കൂടി കിടക്കുന്നു അല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ മാറണ്ടേ അല്ലേ. അള്ളാഹു ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള വിശ്വാസികളിൽ ഉൾപ്പെടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് അള്ളാഹു തആല അല്ലേ കൺകുളിർക്കുന്ന ആ സ്വർഗീയ സുഖാനുഗ്രഹങ്ങൾ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. വിരിപ്പുകളില് ഇതാകൂല അല്ലെ, അള്ളാഹുവിനെ പേടിച്ചിട്ട് അവരെണീച്ചോടും. എന്നിട്ട് മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവിടെ അത് ഈ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാന്നുള്ളത് ഓരോ സന്ദർഭങ്ങളിലും പറയുന്നുണ്ട് കേട്ടാ. അതായത് സ്വർഗാവകാശികളുടെ ഓരോ ക്വാളിറ്റീസ് പറയുന്ന കൂട്ടത്തിലെല്ലാം എന്താ പറയാ, പുട്ടിന് തേങ്ങിടുന്ന പോലെ ഈ വിഷയം വരുന്നുണ്ട്. എന്ത്? ചെലവഴിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ മാർഗത്തിൽ നൽകിയതിൽ നിന്നാണ്. അള്ളാഹു നൽകിയതിൽ നിന്നാണ്. കുറെ ഉണ്ടായിട്ട് ചെലവഴിക്കുക എന്നുള്ളതല്ലേ. നമുക്ക് അള്ളാഹ് എന്താ തന്നു അതിൽ നിന്ന് അല്ലെ, കുറച്ചാണെങ്കിൽ കുറച്ച് നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊന്നും. പിന്നെ വരുന്നത് എന്താ അറിയോ? തവക്കുൽ. അള്ളാഹുവില് തവക്കുൽ ചെയ്യുന്ന ആളുകള് ശരിക്കും സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി, ഒരു സ്വഭാവമാണ് എന്ത്? ഭരമേൽപ്പിക്കുക എന്നുള്ള ഈ ഒരു സ്വഭാവം. കാരണം ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ കഴിയൂല. നമ്മൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് അല്ലേ. ഇത് നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവായിട്ടുള്ള ബന്ധം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറഞ്ഞിട്ടില്ലേ ഇന്ന്? പറഞ്ഞിനാ? അത് നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ ശീലിച്ചുകൊണ്ട് ഈ ഒഴുക്കിൽ പറഞ്ഞു പോയതാ അല്ല, ശരിക്കും തവക്കുൽ ചെയ്തിനാ? അല്ല, ഇത് ശീലാണ്. എൻ്റെ ചെറിയ മോളടക്കം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അല, അവർ ചൊല്ലി പഠിച്ചുകൊണ്ട് അത് പറയുന്നത്. അതുപോലെ തന്നെയാണോ നമ്മൾ പറഞ്ഞത്? അതന്നെ പറഞ്ഞേ. ഈ തിരക്ക് ഒഴിവാക്ക് അല്ലേ. ഞാനില്ലേ ഈ പറഞ്ഞ പോലെ ചൊല്ലുവേ, പക്ഷെ കുറച്ചിങ്ങോട്ട് എത്തുമ്പോ ഓർമ്മ വരും. അന്നേരം ഒന്നും കൂടി ചൊല്ലു. എന്നിട്ട് മറ്റേ അള്ളാഹുവിന്റെ ഔദിക്കമിൻ അതില്ല ഊതല്ല അതും ചൊല്ലും. അങ്ങനെ ബസ്സിൽ കയറിയാ പിന്നെയും ചൊല്ലും. അത് അള്ളാഹ് നമ്മള് ചെയ്തത് ശരിക്കും ചൊല്ലിയത് ശരിയായിട്ടുണ്ടോന്ന് വെച്ചിട്ട് മറ്റേ സുബ്ഹാനല്ലദീ സഖറലനാ ചൊല്ലുമ്പോ ഒന്നും കൂടി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ചൊല്ലും. അല്ല, ശരിക്കും ആ തവക്കുല് ശരിക്കും ഭയങ്കര അള്ളാഹുവായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണത്. ഇപ്പൊ നമ്മളില്ലേ ഒരു സ്ഥലത്ത് എത്തിയാല് ഔദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് പറയുന്നുണ്ട് അല്ലേ. അവിടെ നിന്ന് തിരിച്ച് നമ്മളെ സ്ഥലത്ത് എത്തിയാല് അപ്പോഴും ഈ ശരിക്കും അതെല്ലാം ഒരു തവക്കുലാണ് അള്ളാഹുവില്. ഇതെല്ലാം ചൊല്ലിയാലില്ലേ ഭയങ്കര സേഫാണ്. ഭയങ്കര സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചൊല്ലാൻ പറയുന്നുണ്ടല്ലേ. ശരിക്കും അതെല്ലാം ചൊല്ലിയാലില്ലേ ഭയങ്കര അള്ളാഹിന്റെ സുരക്ഷിതത്വം കാവലും നമുക്ക് ഉണ്ടാവും. ഒരു ഷർറും ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ സമാധാനം. ഈ ഔദു ബി കലിമാത്തില്ലാഹി താമാത്തി ഇപ്പൊ എവിടെയെങ്കിലും എത്തി ഔദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഒരു ഇതെല്ലാം ഓർമ്മ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമുക്കുള്ള ഓരോ വെപ്പൺസ് ആണ് അല്ലെ, ആയുധങ്ങൾ. ഇതൊന്നും എടുക്കാണ്ട് യുദ്ധത്തിന് പോയാൽ പിന്നെ തോറ്റ് പിന്മാറേണ്ടി വരൂലേ അല്ലേ. ഓരോ ദിവസവും നമ്മൾ ഓരോ പോരാട്ടത്തിലാണ് അല്ലെ, ഒരു മത്സരത്തിലാ. നമുക്ക് തോൽപ്പിക്കേണ്ടത് ആരെയാണ്? ശൈത്താനെയാണ്. അപ്പൊ നല്ലൊരു സ്ട്രോങ് പരിചയം നമ്മളെ കയ്യിൽ വരണം അല്ലെ. നമുക്ക് വരുന്ന പിന്നെ നമ്മളെ നേർക്ക് വരുന്ന എല്ലാ വെട്ടുകളെയും തടുത്തു നിർത്താൻ അല്ലെ സ്ട്രോങ് ആയിട്ടുള്ള പരിചയം നമ്മൾക്ക്. ഇതെല്ലാം ചൊല്ലിയാൽ തന്നെ മതി. ഒന്നിന്റെ ഒരു ഷർറും ഉണ്ടാവില്ല. ഇതെല്ലാം നമുക്കറിയാം. എന്നിട്ടോ ഒന്നും ചൊല്ലുന്നില്ല. അതെ, മനസ്സ് തട്ടിയിട്ട് ചെയ്യാൻ പഠിക്കണം എന്ത് കാര്യം. മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വാജിലിഹി പറയുമ്പോ അത് ഈടെ തട്ടിയിട്ട് തന്നെ പറ. അല്ലാഹുമ്മ അസ്ലിഹ്ലി ദീനി. ഇത് എപ്പോഴും ദുആ ചെയ്യ. അസ്ലിഹ്ലി ദീനി അല്ലാഹ് അല്ലേ. നീ ശരിയാക്കിത്താ. ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയുമ്പോ അത് ചോദിക്കുമ്പോ അതങ്ങനെ തന്നെ ചോദിക്കണോ. റബ്ബിഷ്റഹ്ലി സുദ്ര. റബ്ബിഷ്റഹ് എന്ന് പറയില്ല, ഇഷ്റഹ് എന്ന് പറയുമ്പോ തന്നെ അവിടെ തട്ടു. അതെല്ലാം അങ്ങനെ ഓർമ്മിച്ച് കയറ.
സ്വദിരി സ്വദർ അല്ലേ, ഈ ഹൃദയം, നെഞ്ചിൻ്റെ ഉള്ളിലുള്ള കൽബ്, ഇതെല്ലാം എന്താകണം? ശരിയാകണം അല്ലേ? അപ്പൊ എല്ലാം ഇവിടെ തട്ടിയിട്ട് പറയാൻ വേണ്ടിട്ട്, ഇവിടെ തട്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ കൈയോട് തട്ടാനല്ല കേട്ടാ, എല്ലാം നമ്മള് അത്തഖ്വ അല്ലെ, അത്തഖ്വ ഹാഹുന. അപ്പൊ ആ ഒരു ഹൃദയം തട്ടിക്കൊണ്ട് തന്നെ നമ്മൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, തവക്കുൽ അള്ളാഹുവിൽ പരമേൽപ്പിച്ച റബ്ബേ ഇതാ അല്ലേ. നമ്മളെ വീട്ടിൽ ഇന്ന പോലെ ആളെല്ലുണ്ട്, തിരിച്ചു വരുമ്പോ ഞാനവിടെ വീട്ടിലെത്തോ എന്താ നമുക്ക് അറിയില്ല അല്ലേ. അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്, എന്നെയോ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്താ നിന്നെ ഏൽപ്പിച്ച റബ്ബേ, നീ ഏറ്റെടുക്കാൻ നല്ല വൃത്തിയിൽ കൊണ്ടുപോയി അല്ലേ തിരിച്ചെത്തിക്കണേ അള്ളാഹ്. ഇതെല്ലാം നമ്മളെ മനസ്സിലാ ദുആവോട് കൂടിയിട്ട് തന്നെ പ്രാർത്ഥനയാന്ന് അല്ലേ. ഇത് ചൊല്ലി ഇറങ്ങുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാവും പറഞ്ഞിട്ടില്ലേ. സുബ്ഹാനല്ലാഹ്, എല്ലാം നമ്മൾ മിസ്സാക്കാൻ പാടില്ല, എല്ലാം യാന്ത്രികമായി പോകാൻ പാടില്ല കേട്ടാ. ഓ അതെ, നമുക്ക് നല്ല അവസരം അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരീക്കലും. അതെ അൽഹംദുലില്ലാഹ്, ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര സമാധാനം, മറന്നു നോക്കേയില്ല, അത് കിട്ടുന്നുണ്ട്. ആ അതന്നെ, ആ അൽഹംദുലില്ലാഹ്. തവക്കുൽ ചെയ്ത ആളുകൾക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഗുറഫൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ അല്ലദീന സ്വബറു അലാ റബ്ബിഹിം യതവക്കലൂൻ. അതാ പറയുന്നത്. ഗുറഫൻ, ഗുറഫ് പറയുമ്പോൾ നമുക്ക് നസ്രീത്താനെ ഓർമ്മ വരാം. ഗുറഫ്, ഗുറഫ് സ്വർഗത്തിലെ ആ ഒരു ഭയങ്കരമായ ഒരു പദവിയാണ്, അതിൽ ഏറ്റവും ടോപ്പിലുള്ളതാണത് ഗുറഫ്. ഗൈന് പുള്ളിയുള്ള ഗൈൻ, സൗദങ്ങളാണ്, ഉന്നതമായ ഈ സൗദങ്ങൾ, അതിനാണ് ഈ ഗുറഫ് എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള. അത് ആർക്കാന്ന് പറയുന്നത്? അല്ലദീന സ്വബറു അലാ റബ്ബിഹിം യതവക്കലൂൻ, ക്ഷമിക്കുകയും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയും ചെയ്തവർക്ക് ഉള്ള ഒരുക്കി വെച്ചതാണ് അല്ലാഹു തആല. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം തവക്കുൽ സ്വർഗത്തിലേക്കുള്ള ഒരു ഇതാണ്. ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമുണ്ട് അല്ലേ. പിന്നെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ കുറേ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിലുണ്ട്. പിന്നെ വരുന്നത് തഖ്വ. തഖ്വ നേരത്തെ പറയേണ്ടതാണ്. സ്വർഗത്തിന് തവക്കുൽ പറഞ്ഞ് അതുപോലെ തഖ്വ എന്നുള്ളത്. തഖ്വ എന്ന് പറയുമ്പോൾ പല ഡെഫിനേഷനും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, പല ഡെഫിനേഷനും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ പിന്നെ ഇവിടെ ഒരു ഹദീസിൽ പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കലാണ് തഖ്വ. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രകാശം നമ്മൾ സ്വീകരിക്കാം, ആ പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് അള്ളാഹുവിനനുസരിച്ചിട്ട് ജീവിക്കും. അതായത് അല്ലേ, ആ പ്രകാശം ഹിദായത്തിൻ്റെ വെളിച്ചം അത് നമ്മൾ സ്വീകരിക്കുക, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കുക, അള്ളാഹിനനുസരിക്കുക. അതേപോലെ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങൾ വെടിയുക. അതിൻ്റെ നേരെ ഇതന്നെ, അതും തഖ്വയാണ്. 2 വിധത്തിലാണ് അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുക. ആദ്യം അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് അള്ളാഹിനെ അനുസരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളു, നോട്ട്ബുക്കിൽ ആടെ എഴുതി വെക്കില്ല, മനസ്സിൽ ഉൾക്കൊള്ളു. പ്രകാശത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നു. പ്രതിഫലം ആഗ്രഹിച്ചിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നത്. മറ്റേത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഇത് 2 കാര്യങ്ങൾ. അള്ളാഹിനെ അനുസരിക്കുക, പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ശിക്ഷ ഭയന്നുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. ഇതന്നെ തഖ്വ. അതന്നെ തഖ്വ. പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം മുത്തഖീങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ.
നമ്മള് സൂറത്ത് ആൽ ഇംറാനിൽ പഠിച്ചില്ലേ, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി എല്ലാം ഹൈറായത് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് അതിനു മുമ്പ് സ്വർണവും വെള്ളിയും കൂമ്പാരമായി കിടക്കുന്ന ഇതും പിന്നെ സ്ത്രീകളും മക്കളും കന്നുകാലികളും കൃഷിയും എല്ലാം പറഞ്ഞു തന്നിട്ട് ഇതെല്ലാം ദുനിയാവിൻ്റെതാണ്, അള്ളാന്റെ അടുത്തുള്ളതാണ് ഉത്തമമായിട്ടുള്ളത്, നിങ്ങൾക്ക് അതിനെക്കാട്ടി ഉത്തമമായത് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു താല പറയുന്നതാണ് ഇത്. എന്താണ്? ലില്ലദീനത്തഖു. പക്ഷെ അത് ആർക്കുള്ളതാണ്? തഖ്വ പാലിച്ചവർക്ക്, സൂക്ഷ്മത പാലിച്ചവർക്ക്. കാണിച്ചു കൊടുക്കണ്ട, എനിക്കറിയില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. അപ്പം ഈ ദുനിയാവിലെ സുഖങ്ങളെക്കാളെല്ലാം ഉത്തമമായത് ഇതാ, സൂക്ഷ്മത പാലിച്ചവർക്ക് എന്ന് പറഞ്ഞിട്ട് സ്വർഗവും സ്വർഗത്തോപ്പുകളും അരുവികളും, അല്ലെ, ഇണകളും അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അള്ളാഹുവിൽ സൂക്ഷ്മത ഇല്ല. ഇന്നൽ മുത്തഖീന എന്താണ്? ഇന്നൽ മുത്തഖീന മഫാസ, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ വ അമീൻ, ഇന്നൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ, ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. ഇതിൽ വേറെ വേറെ സൂറത്തിലെ ആയത്തുകളാണ്, നിങ്ങൾ നോക്കിക്കോ. എല്ലാ മുത്തഖീങ്ങൾക്കാണ്, അല്ലേ? ജന്നാത്ത്, നെഹർ, ളിലാല്, ഒയൂന്, ഒയൂനിന്റെ അരുവികള്, ളിലാല് തണല്, നല്ല വൃക്ഷത്തിന്റെ തണലുണ്ടാവും. തണലിൽ ഞാൻ പറഞ്ഞില്ലേ, അരുവി അടിയിലോട്ട് ഇങ്ങനെ അരുവി ഒഴുകുന്നുണ്ടാവും, മേലെ തണല്, ചൂടൊന്നുമില്ല, നല്ല തണലില് അരുവി ഒഴുകുന്നതിൻ്റെ അടുത്ത് സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാലിട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുമ്പോ നല്ല രസമല്ലേ? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെ തന്നെ ഭയങ്കര രസമാണ്, അപ്പൊ സ്വർഗത്തിൽ എന്തേ ഇരിക്കൂലേ? ലാ ഹൗല വലാ, അല്ലാഹു അക്ബർ. അതാ പറയുന്നത്, ഇന്നലിൽ മുത്തഖീന മഫാസ. അങ്ങനെ ഹുദല്ലിൽ മുത്തഖീൻ, അത് ഹുദ. ഇത് സ്വർഗത്തിന്റെ കാര്യം പറയുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തഖീങ്ങൾക്ക് സ്വർഗത്തിന്റെ കുറേ മസലുൽ ജന്നത്തില്ലതി വഅദൽ മുത്തഖൂൻ, അങ്ങനെ മുത്തഖീങ്ങൾക്കുള്ള സ്വർഗത്തിന്റെ ആയത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഹദീസ് പറയാം, അൽ ജന്ന, സ്വർഗത്തിൽ മനുഷ്യരെ അധികമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തഖ്വയും സൽസ്വഭാവവുമാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. അതുപോലെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വായയും ഗുഹ്യാവയവമാണെന്ന് പറയുന്നത്, നാവും ഗുഹ്യാവയവം. അത് രണ്ടും സൂക്ഷിച്ചാൽ സ്വർഗം ജാമ്യം നിൽക്കാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അല്ലേ? നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഇത് രണ്ടും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് തഖ്വയും സൽസ്വഭാവവും. സൂക്ഷിച്ചോ, അല്ലേ? തഖ്വ ഉണ്ടെങ്കിൽ ഇതിന് സൂക്ഷ്മത ഉണ്ടാവും, അതിനും സൂക്ഷ്മത ഉണ്ടാവും, അല്ലേ? അത് തഖ്വയുമായി ബന്ധപ്പെട്ടതല്ലേ? അല്ലെ? ഈ നമ്മളെ ഈ ചുണ്ടും ഈ പല്ലെല്ലാം കടിച്ചു പിടിച്ചിട്ട് ഒന്നും പറയാണ്ട് നിൽക്കണമെങ്കിൽ നല്ല തഖ്വ വേണം, അല്ലെ? എന്തെങ്കിലും കണ്ടാലും കേട്ടാലും മിണ്ടാണ്ട് നിൽക്കണമെങ്കിലെല്ലാം. സുബ്ഹാനല്ലാഹ്, അല്ലെ? അള്ളാഹു മുത്തഖീങ്ങളെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഗൂഗിൾ മീറ്റിലുള്ള ആളെല്ലാം കേൾക്കുന്നില്ല, അല്ലേ? ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ? അതന്നെ. അല്ലാഹു അക്ബർ. പിന്നെ വരുന്നത് എത്ര കാര്യങ്ങളായി, എത്ര പോയിന്റായി? നമ്പർ 11. 12ാമത്തത് അള്ളാഹുവിൻ്റെ ദീനിലെ വിധിവിലക്കുകൾ പാലിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മളെ ഇഷ്ടങ്ങൾ കുറേ ഉണ്ടാവും, അല്ലേ? പക്ഷെ നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ല ദീനിലെ നിയമങ്ങളും വിധിവിലക്കുകളും, അല്ലേ? അപ്പം നമ്മളെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും നമുക്കിഷ്ടമല്ല, പക്ഷെ അള്ളാഹും റസൂലും പിന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അതെന്താക്കണം? നമ്മളത് ചെയ്യണം. നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമുക്കതിന് തീരുമാനം എടുക്കാൻ പാടില്ല. വിധിവിലക്കുകൾ എന്ന് പറയുന്നത് അത്
കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ തീരുമാനത്തിനനുസരിച്ചിട്ടാവണം. ഇപ്പം വസ്ത്രത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഇഷ്ടമുണ്ട്, അതിനനുസരിച്ച് നമുക്ക് വേഷം നമുക്ക് ധരിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് എപ്പോഴായാലും നമുക്ക് ഒരേ വേഷം. കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് പോകുന്നുണ്ടെങ്കിലും പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും അല്ലേ, ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ്, നമുക്കൊരേ വേഷമാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. സ്ത്രീകൾക്ക് അല്ലേ അവരുടെ ഔറത്ത് പൂർണ്ണമായും മറഞ്ഞിരിക്കണം, അത് നമുക്ക് മാറ്റം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല നമ്മളത് ചൂസ് ചെയ്യേണ്ടത്, അത് നമ്മളെ തീരുമാനം. നമ്മളെ തീരുമാനമല്ല, അത് അള്ളാഹിൻ്റെ തീരുമാനം. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം, അത് നമ്മൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇതിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ ഷഹവാത്തുകൾ പലതും ഉണ്ടാവും, ദേഹേച്ഛകൾ, നമ്മളെ ഇഷ്ടങ്ങൾ. പക്ഷെ ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊന്നും തീരുമാനിക്കാൻ പാടില്ല. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ അല്ലേ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും സ്വന്തം ഇഷ്ടങ്ങളെ ദേഹേച്ഛകളെ അല്ലേ മാറ്റി നിർത്താം, അതിനെ തടയിടാനും നമുക്ക് സാധിച്ചാൽ. ദേഹേച്ഛകൾ എന്ന് പറഞ്ഞാൽ പലതും ഉണ്ടാവും കേട്ടോ. ഇന്ന് ഈ ഫോൺ എടുത്താൽ തന്നെ നമ്മളെ ദേഹേച്ഛ ഉണ്ട് കുറേ അല്ലേ. ഓരോരോ ഗ്രൂപ്പിൽ ഓരോ വാട്സപ്പ് മെസ്സേജ് അയച്ചും, പിന്നെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടി വരൂല. നേരെ ഇപ്പം കിട്ടായിട്ടില്ല അല്ലേ, എന്നാലും നോക്കുന്ന ആളെല്ലാം ഉണ്ട്. അതന്നെ പിശാചില്ലേ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. എന്ത് കണ്ടാലും അതിനെ അല്ലേ, നമുക്ക് ആവശ്യമില്ല, വെറുതെ എന്തിനാ, നമ്മളെ സമയമല്ലേ, നമ്മളെ വിലപ്പെട്ട സമയമല്ലേ അല്ലേ. ബോക്സ് ഓർമ്മിച്ചാൽ മതി, അതിലിടണ്ടേ അല്ലേ അല്ലേ. ഈ ഓരോരാളെ വ്ളോഗ്സ് എല്ലാം കണ്ടിട്ട് നമ്മളെ ബോക്സ് തുറക്കണ്ട. ഓരോരാളെ വ്ളോഗ്സ് കണ്ടിട്ട് നമ്മളെ ബോക്സ് തുറക്കണ്ട. അവരെന്തിനോ ഏതിനോ പഠിച്ച് എന്തെല്ലോ ചെയ്ത് കൂട്ടുന്നത്, നമ്മളെ കണ്ടിട്ട് എന്തിനാ സമയം കളയുന്നത്. പിന്നെ ഈമാൻ പറഞ്ഞല്ലോ നമ്മൾ, ഈമാൻ പോലെ തന്നെ സ്വർഗത്തിന് വേണ്ട കാര്യമാണ് ഇസ്ലാം എന്നുള്ളതും അല്ലേ. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, ഇത് മൂന്നും നമ്മളിൽ നിർബന്ധമാണ് കേട്ടോ. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതും സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇസ്ലാം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മറ്റേ ഹദീസിൽ പറയുന്നത്, അതുകൊണ്ട് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഷഹാദത്ത് അല്ലേ, നമസ്കാരം, സക്കാത്ത്, നോമ്പ് സക്കാത്ത്, ഹജ്ജ്, അല്ലെങ്കിൽ ഹജ്ജ്, നോമ്പ്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഈ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ എന്താണ് സ്വർഗത്തിന് കാരണമാകുന്ന. ഇൻഷാല്ലാ ഹജ്ജിന്റെ കാര്യം നമുക്കിനി വിശദീകരിക്കാനുള്ളത്, അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇപ്പം നമസ്കാരം അതൊക്കെ ഇഷ്ടംപോലെ വിശദീകരിച്ചതാണ്, ഞാൻ പറയുന്നില്ല. ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നും പിന്നെ നമ്മൾ അതന്ന് ബാനു എടുത്തതെന്ന്. അപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണ് ഷഹാദത്ത്, സാക്ഷ്യം ശരിയാകുക എന്നുള്ളത്. അതുപോലെ നമസ്കാരം കൃത്യമായ മുറ പോലെ നിർവഹിക്കുക എന്നുള്ളത്, നോമ്പ് റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്, അതുപോലെ സക്കാത്ത് നൽകുക എന്നുള്ളത്, ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്, ഇതൊക്കെ എന്താണ് സ്വർഗത്തിന് കാരണമാകുന്ന അമലുകളാണ്. അതായത് ഇസ്ലാമിലെ 5 സ്തംഭങ്ങൾ. ഇതെല്ലാം പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഹജ്ജിന്റെ വിഷയത്തിൽ മാത്രം കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാന്നുള്ളത് ഒരു കണ്ടീഷൻ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ശരി, ദുആ ചെയ്യണം, എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കുക. സക്കാത്തിന്റെ വിഷയത്തിൽ, ഹജ്ജിന്റെ വിഷയത്തിൽ പിന്നെ കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കാവുന്നുള്ളത് പിന്നെ നമുക്ക് നാളെ നമ്മളെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് വരും. അതുകൊണ്ട് നമ്മളെ മുമ്പിൽ നമ്മൾ അതിന് പിന്നെ പോകാതിരിക്കാൻ കാരണമായിട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, പലരും സാമ്പത്തികമായിട്ടില്ല പിന്നെ എല്ലാം ഉണ്ട് അല്ലേ.
പിന്നെന്താണ് മക്കള് വലുതാട്ട് അവരെ കല്യാണം കഴിയട്ട് എന്നിട്ട് അവർക്ക് മക്കളാകട്ട് എന്നിട്ട് അവർക്ക് അവരെ കല്യാണം കഴിയട്ട് എന്നിട്ട് അവർക്ക് മക്കളാകട്ട് അപ്പത്തേക്ക് വായിൽ പല്ല് മുളക്കും അല്ലേ അല്ല എവിടെ മൂക്കിൽ പല്ല് മുളക്കും ഏ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. നല്ല പ്രായത്തിൽ പോയി ചെയ്യ്, നല്ല പ്രായത്തിൽ പോയി ചെയ്യ്. എന്താ അറിയോ, ചില ആൾക്കാർ ചെയ്യാതിരിക്കുന്നതിന് ന്യായം പറയുന്നത് എന്താ അറിയോ, ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാല് അതുപോലെ നിക്കണ്ടേ, അത് അനക്ക് കഴിയൂല അതുകൊണ്ടാണ്. അള്ളാഹു അക്ബർ. അള്ള കബൂലാക്കിയാലില്ലേ കഴിയും എന്തായാലും. അള്ള കബൂലാക്കട്ടെ, ആമീൻ. അല്ലേ, മരിക്കുന്നവരെ ദുആ ചെയ്യാ, അള്ളാഹു നമ്മളെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. പിന്നെ ഇതെല്ലാം ഫർളായ കാര്യങ്ങളല്ലേ. പിന്നെ വരുന്ന എന്താ പറയാ, സുന്നത്ത് നോമ്പുകൾ. സുന്നത്ത് നോമ്പ് ഭയങ്കര പ്രതിഫലാണല്ലേ. എല്ലാ തിങ്കളും വ്യാഴം നമുക്ക് മെസ്സേജ് വരുന്ന നിങ്ങൾ ശ്രദ്ധിക്കലുണ്ടാ? എല്ലാം കാണുന്നിട്ട് അത് കണ്ടിട്ടായി പ്രചോദനമായിട്ട് ആരും എടുക്കലുണ്ടാ? ഏ എന്ത് എപ്പോഴും മെസ്സേജ് കാണുമ്പോ ഒരു തിങ്കളാഴ്ചെങ്കിലും എടുക്കണോന്നെല്ലാം വിചാരിച്ചിട്ട് എടുക്കുന്ന. നമ്മളെ വിത്തിടേണ്ട സമയായേ, ഓർമ്മണ്ടാ? വിത്ത് വാങ്ങിയാ, നല്ല വിത്തെല്ലാം വാങ്ങിച്ചാ? വിത്തിടേണ്ട സമയാന്ന് റമളാനിലേക്ക്. വിത്തിടണം, വിളവെടുക്കണല്ലേ, നനക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് നമുക്ക് പറയാം. ആ മാർച്ചിലല്ലേ, മാർച്ചില്. ഇത് ജനുവരി ആയില്ലേ, ജനുവരി ഫെബ്രുവരി ആയി. ഇപ്പൊ വിത്തിടേണ്ട സമയാന്ന്. അല്ലാഹു അക്ബർ. സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാല് അത്രയും പ്രതിഫലാന്ന് അല്ലേ. സുന്നത്ത് നോമ്പുകള് നരകത്തെ തൊട്ട് അല്ലെ 70 വർഷത്തെ വഴിദൂരം ഒരാളുടെ മുഖത്തെ അകറ്റുന്ന പറയുന്നത്, നരകത്തിൽ നിന്ന്. ഒരാളൊരു സുന്നത്ത് നോമ്പ് അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ട് ഒരാളൊരു നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാല് 70 വർഷത്തെ വഴിദൂരം അവന് നരകത്തിൽ നിന്ന് അല്ലാഹു തആല അവന്റെ മുഖത്തെ അകറ്റുന്ന പറയുന്നത്. ഇത് എപ്പോഴും നമ്മൾ എല്ലാ തിങ്കളും വ്യാഴം നോമ്പെടുക്കുന്നതിന്റെ ഇതിൽ ക്യാപ്ഷനായിട്ട് ഇടുന്നതാ. സുബ്ഹാനല്ലാഹ്. അലക്ഷ്യമായിട്ട് കളയേണ്ട കാര്യമല്ല അത്. അള്ളാഹു പ്രാവർത്തികമാക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, ആമീൻ. റമളാനിന് മുന്നോടിയായിട്ട് എങ്കിലും ആ ഒരു ഇതിലേക്കെങ്കിലും ആയിട്ട് ഉദ്ദേശിച്ചിട്ട് എന്താക്ക്, ഈ ഒരു മാസം മുതൽ തുടങ്ങ് അല്ലെ. എല്ലാ തിങ്കളും വ്യാഴവും ഞാൻ എന്തായാലും എടുക്കും എന്നൊരു പ്രതിജ്ഞ അങ്ങ് എടുത്തേക്ക്. അതിനെ കൊണ്ടൊരു നഷ്ടമൊന്നും വരാനില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ, ആമീൻ. ആരോഗ്യ ആഫിയത്ത് ഒക്കെ തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇപ്പൊ 6:25 6 മണിക്ക് വാങ്ങി കൊടുക്കുന്ന സമയേ ഇല്ല. അസർ കഴിഞ്ഞ പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ ഒരു വല്ലാത്ത സമയം. ഇപ്പൊ 6:25 അങ്ങോട്ടെത്തി. 35 ഇല്ലല്ലോ. പിന്നെ എന്താന്നറിയാം, നോമ്പ് എന്ന് പറയുന്ന ഒരു പരിചയാന്ന് പറയുന്നത്. അത് നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷ നൽകുന്ന ഒരു പരിചയാണ്, നരകത്തിൽ നമ്മൾ അകറ്റുന്നതാണ്. അപ്പം നോമ്പ്. പിന്നെ അതുപോലെ തന്നെ സദഖ, സുന്നത്ത് നോമ്പുകളെ പോലെ തന്നെ സദഖ, ദാനധർമ്മം എന്നുള്ളത് ഭയങ്കരമായ പ്രതിഫലമുള്ള കാര്യമാണ്. അത് നമ്മൾ സദഖയുടെ ശ്രേഷ്ഠതകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സൂറത്തുൽ ഹദീദ് എടുക്കുമ്പോൾ തന്നെ തുടക്കം മുതലേ ചെലവഴിക്കുന്ന വിഷയം തന്നെയാണ് നമ്മൾ കുറേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാസം തോറും 100 രൂപ സദഖ ചെയ്യുന്നേ, അതെങ്ങനെ ചെയ്യാം? അത് നമ്മളെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതി. ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന്, അതിലേക്ക് അയച്ചാൽ മതി. അത് നിങ്ങൾ പേഴ്സണലായി ചോദിച്ചോ, ഞാൻ അതിൽ നമ്പർ തരാം ഇൻഷാ അല്ലാഹ്. ഒരു എന്താ പറയാ, അള്ളാന്റെ മാർഗത്തിൽ ഇണയാടുകളെ ചെലവഴിച്ചു കഴിഞ്ഞാല്, ഒരാണും ഒരു പെണ്ണും ആയിട്ടുള്ള ഇണയാടുകളെ ചെലവഴിച്ചു കഴിഞ്ഞാല് ഭയങ്കര പ്രതിഫലം എന്ന് പറയുന്നുണ്ട് സ്വർഗത്തില്. അതിന് മുന്താസ് ആടിനെ കൊടുക്കുന്നുണ്ടായിനി കോഴിക്കോടുള്ള പറയാൻ. അതിനെ പോറ്റാനും ആക്കാനെല്ലാം ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം ഇണയാടുകളെ 2 ഇണകളെ ചെലവഴിച്ചു കഴിഞ്ഞാല് സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് ഇങ്ങനെ വിളിക്കപ്പെടുന്നു പറയുന്നു. എന്നിട്ട് പറയും, അടിമേ, കൊടുക്കാന് സദഖ കൊടുക്കാന്, ആടിനെ വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുന്നതിന് വരെ ആടിനെ കൊടുക്കാന്. ആട് നല്ലതല്ലേ. സ്വർഗത്തിന്റെ കവാടത്തിലൂടെ വിളിച്ചിട്ട് പറയും പോലും, ഇത് നീ ചെയ്തൊരു നന്മയാന്ന്. കുറേ കാര്യങ്ങളുണ്ട്, അതല്ലേ പറയുന്നത്. സ്വർഗത്തിന്റെ കാര്യമല്ലേ നമ്മൾ പറയുന്നത്.
ഇഷ്ടം പോലെ ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് ചെയ്യുന്നത്? ബാബു സ്വലാത്ത്, ബാബുൽ ജിഹാദ്, ബാബുർ റയ്യാൻ, അല്ലെ? അങ്ങനെ അങ്ങനെ കുറേ ബാബു സദക്ക, സദക്ക ചെയ്യുന്നവരെ ബാബു സദക്കയിലൂടെ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഈ സ്വർഗവുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ ഉണ്ട്. സ്വർഗത്തിലെ എല്ലാ വാതിലൂടെ നമ്മൾക്ക് മുന്തസ്ത പറഞ്ഞത് തന്നെ, എന്നാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് ആയിഷ പറയുന്നല്ലേ വാവ് വാവ് പറയാ വാവ് വാവ് പറയാൻ അല്ല, അല്ലേ? ആയിഷ ഇടക്കിടക്കെ പറയുന്ന ഒരു കാര്യമാണത്. ക്ലാസ് കേട്ടിട്ട് ആ വാവ് പറയാനല്ല, അത് പറയാനല്ല. നല്ല രസമുണ്ട് ക്ലാസ്, അതിനൊന്നല്ല നമ്മളെ ലക്ഷ്യം, അല്ലേ? അതെ, സുബ്ഹാനല്ലാഹ്. പിന്നെ ജമാഅത്തായിട്ട് നിസ്കാരം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ശരിയാവും ശരിയാവും, ഇത് കേട്ടോണ്ടിരിക്കുമ്പോ ശരിയാവും. ഒരു പാറക്കല്ലില് അല്ലെ തുടർച്ചയായി വെള്ളം, ചെറിയ തുള്ളി വെള്ളം തുടർച്ചയായി ഉറ്റി 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 വീഴുമ്പോ ആ കല്ലിൽ എന്തുണ്ടാകും? ഒരു ദ്വാരം സംഭവിക്കും, ഒരു ഓട്ടയാവും. ആ കല്ലിനെ ഓട്ടയാക്കാൻ ആ വെള്ളത്തിന് ശക്തി ഉണ്ടാ? ഇല്ല. പക്ഷെ അത് തുടർച്ചയായി ഉറ്റി വീഴുന്നത് കൊണ്ടാണ് എന്താകുന്നത്? അത് ഓട്ട വന്നത്. അതുപോലെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ എന്താവും? മാറ്റം വരും ഇൻഷാ അല്ലാഹ്. ബാങ്ക് കഴിഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്.